This video is powered by Calista EPC Private Limited and Unique Interiors. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു എക്സ്ക്ലൂസീവ് ഗസ്റ്റ് തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. He is a rapper. So let's welcome Vishwa Music. വണക്കം വണക്കം. ഇന്നെന്റെ ബർത്ത്ഡേ ജോയന്റ് അടിക്കണം ഡേ ഒന്ന് കറങ്ങണം എല്ലാം മറന്ന് പറക്കണം ഇന്നെന്റെ ബർത്ത്ഡേ. ഇലുമിനാറ്റി ആണോ? ഇപ്പൊ മലയാളം ഫിലിം ഇൻഡസ്ട്രീസ് ഒക്കെ കഴിഞ്ഞാലും ഇലുമിനാറ്റിക്ക് ഭയങ്കര ഒരു പ്രസൻസ് ഉണ്ട്. ഏത് മൂവിയുടെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാലും ഡാർക്ക് തീം എന്തായാലും ഉണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് അണ്ണാക്കിൽ കിട്ടി എന്നുള്ളതാണ്. കാരണം ഒരുപാട് അതുപോലെ അണ്ണാക്കിൽ കിട്ടിയിരിക്കുന്ന ഒരു ആങ്കറാണ്. സിനിമയില് അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണ്. ഭയങ്കര നല്ല സ്മൈലാട്ടോ. എനിക്ക് സ്മൈൽ ഭയങ്കര ഇഷ്ടമായി. അപ്പം ലൈഫില് വിശ്വ കല്യാണം കഴിക്കും? ഞാൻ കൂടുതലും പ്ലേ ബോയ് സബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പല റാപ്പേഴ്സ് ആണെങ്കിലും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, വളരെ മോശമായിട്ട് എത്ര ലിറിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലഹരിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സെക്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തെറിവിളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്രയോ സോങ്സ് ഉണ്ട്. കൂടെ നിൽക്കുന്നവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എനിക്കിങ്ങനെ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടി ഇഷ്ടപ്പെടാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നാലും എനിക്ക് വളരാൻ പറ്റും. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി രണ്ട് കുണ്ടിൽ വീണു. അയ്യോ അയ്യോ, അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ ഒരു കുണ്ടി. വണ്ടി കുന്നിക്കയറി കുന്ന് വണ്ടിക്കയറി, വണ്ടി കുന്നിക്കയറി വണ്ടി കുന്നി. എന്റെ ലുക്ക് കണ്ടിട്ടാണ് എനിക്ക് ഇന്റർവ്യൂ വന്ന്. അയ്യോ അല്ല, അങ്ങനെയല്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഫെയിം സ്റ്റെപ്സ്. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു എക്സ്ക്ലൂസീവ് ഗസ്റ്റ് തന്നെയാണെന്ന് പറയാം. ഞാനും എക്സൈറ്റഡ് ആണ്. ആ ഗസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, സെൽഫ് പ്രൊമോഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരാൾ കൂടിയാണ്. ഹി ഈസ് എ റാപ്പർ. സോ ലെറ്റ്സ് വെൽക്കം വിശ്വ മ്യൂസിക്. ഹായ് ഹലോ. വണക്കം വണക്കം വണക്കം. ഓക്കെ, എന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇൻട്രോയിൽ ആളുകൾ കാണുന്നത്. ഞാൻ എപ്പോഴും മസിൽ പിടിച്ച് ഇങ്ങനെ ഗുമ്മായിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ വിശ്വയെ കണ്ടപ്പോൾ എനിക്ക് എന്തോ അറിയില്ല, ആ ഒരു വൈബ് ഇങ്ങോട്ട് കണക്ട് ആയി കിട്ടി. എങ്ങനെയാണ് വിശ്വയുടെ ഇന്റർവ്യൂ കിട്ടിയത് എന്നുള്ളത് അതൊരു സർപ്രൈസ് ആണ്. വിശ്വയുടെ ഒരു ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ ആയി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് സോങ്ങിലെ കോഡ് ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് എനിക്ക് വിശ്വനെ ഇവിടെ അതിഥിയായിട്ട് കിട്ടിയത്. വെൽക്കം വിശ്വ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അന്തരീക്ഷത്തിലാണ്. ഓ, ഇപ്പൊ എയറില് ചന്ദ്രനും കടന്നങ്ങ് പോയി. ഓക്കെ, ഇപ്പം എല്ലാരും വിശ്വ എന്ന് പറയുമ്പം ആ ചിരിയും പിന്നെ ഇന്നെൻ്റെ ബർത്ത്ഡേ, എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ചിരിയും ഇന്നെൻ്റെ ബർത്ത്ഡേ സോങ്ങും ഒന്ന്. ഓക്കെ. ഇന്നെൻ്റെ ബർത്ത്ഡേ ജോയന്റ് അടിക്കണം ഡേ ഒന്ന് കറങ്ങണം എല്ലാം മറന്ന് പറക്കണം. അടിപൊളി. നമുക്ക് വേണ്ടിയിട്ട് സോങ്സ് എന്തായാലും കുറെ പാടിത്തരണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ വിശ്വ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. വിശ്വയുടെ ശരിക്കുള്ള പേര് ശ്രീജിത്ത് എന്നാണ്. സോ ഈ ശ്രീജിത്ത് നിന്ന് വിശ്വ ആയത് എങ്ങനെയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 12 വർഷം മുമ്പെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. ഫസ്റ്റൊക്കെ ഇംഗ്ലീഷ് സോങ്സൊക്കെ കേട്ട് അതിൽ നിന്നൊരു പ്രചോദനം കിട്ടിയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലിറിക്സൊന്നും നോക്കാറില്ല, കേട്ടാണ് കൂടുതലും പഠിക്കാറുള്ളത്. അതിന് മുമ്പേ ബാക്ക് ടു എൻ്റെ സ്റ്റോറിയിലോട്ട് പോകേണ്ടി വരും. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ സോങ്സിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പാടിത്തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് ഈ റേഡിയോ ഉണ്ടല്ലോ, റേഡിയോയിലൊക്കെ വരുന്ന 8 മണിക്ക് വരുന്ന സോങ്സൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ, അന്ന് മറ്റേ ചെറിയ കീപാഡ് ഫോണാണ്. ആ ഒരു സമയത്ത് ഈ റേഡിയോയിലൊക്കെ വരുന്ന സോങ്ങിനെ റെക്കോർഡ് ചെയ്ത് വെച്ചാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് നൈറ്റ് വീണ്ടും കേട്ടൊക്കെയാണ് ഈ സോങ്സ് ഒക്കെ കേട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോഴൊന്നും ലിറിക്സ് ഒന്നും ഉള്ള ആ ഒരു ഇത് കിട്ടില്ല. അപ്പോഴാണ് നേരെ പിന്നെ ആ ഒരു പാറ്റേൺ തന്നെ കുറച്ച് നാളങ്ങനെ ഫോളോ ചെയ്താണ് ഈ കോമഡി ഉത്സവത്തിലൊക്കെ വന്ന്. ഇപ്പം ഈ വിമർശനങ്ങളൊക്കെ കോമഡി ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് ട്രോളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഡയറക്റ്റ് കോമഡി ഉത്സവത്തിലോട്ട് പോകുന്നത്. അവിടെ നിന്നാണ് എൻ്റെ കരിയർ ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അവിടുന്ന് ഇംഗ്ലീഷാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങിയത്. കേട്ടത് വെച്ച് ഞാൻ പാടി പാടി അങ്ങനെയാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷിൽ നേരെ മലയാളത്തിൽ ഫസ്റ്റൊന്നും ആർക്കും എനിക്കാദ്യം ലിറിക്സ് ഒന്നും എഴുതാൻ അറിഞ്ഞുകൂടായിരുന്നു. കമ്പോസിങ് കാരണം എല്ലാം വേറൊരാളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ശ്രീജിത്തിൽ നിന്ന് വിഷയയിലോട്ടുള്ള ദൂരം എങ്ങനെയായിരുന്നു? അതൊരു ലോങ് സ്റ്റോറിയാണ്. 8ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഒരു സോങ് ഉണ്ട് അതിൽ, ആദ്യത്തെ പ്രണയം 8ാം ക്ലാസ്സിൽ തുടങ്ങി. സംഭവം റിയലാണ്. ആദ്യത്തെ പ്രണയം 8ാം ക്ലാസ്സിൽ തുടങ്ങി, ഒടുക്കത്തെ സിൻസിയർ അവൾ എന്നെ തേച്ച്, പിന്നത്തെ പ്രണയം 10ാം ക്ലാസ്സിലായി, ഉറങ്ങാത്ത കോളിങ് അവളും തേച്ച്. സംഭവം ഇത് റിയലാണ്. ആദ്യത്തെ പ്രണയം 8ാം ക്ലാസ്സിലാണ് തുടങ്ങിയത്. സംഭവം എനിക്ക് ലവ് അങ്ങനെ ആ ഒരു എനിക്ക് അറിയത്തില്ലായിരുന്നു. സംഭവം ഫസ്റ്റായിട്ട് ഒരു ഗേളിൻ്റെ അടുത്ത് എനിക്ക് ക്രഷ് അടിച്ച്, ഫസ്റ്റ് ലൈഫിൽ ആദ്യമായിട്ട്. അപ്പം ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ സോങ്ങിലോട്ട് പോണത്. അപ്പം ഈ കാര്യങ്ങൾ കാരണം എനിക്ക് ഈ രാവിലെയൊക്കെ ഇത് ഇവളെ കാണുന്ന കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. സത്യമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എനിക്കൊപ്പം ഫോണൊന്നുമില്ല, 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കീപാഡ് സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മേരെ ഫോണാണ്. അപ്പോൾ അതിൽ ഈ FM സോങ്സ് ഉണ്ടല്ലോ, ആ സോങ്സ് ഈ ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് കിടക്കുമായിരുന്നു. അങ്ങനെയാണ് അതിൽ നിന്നാണ് ഈ സോങ്ങിലോട്ടുള്ള ഒരു ജേണി. അങ്ങനെ ആ സോങ്സ് കേട്ട് ഞാൻ അന്ന് ലിറിക്സ് ഒന്നും നോക്കില്ല, കേട്ട് ചുമ്മാ പാടി തുടങ്ങിയതാണ്. അങ്ങനെ പാടി അത് തന്നെ ഫോളോ ചെയ്ത് ഇംഗ്ലീഷായിരുന്നു കൂടുതലും കേട്ടോണ്ടിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്നാണ് നേരെ ഇപ്പം ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ കോമഡി ഉത്സവത്തിലോട്ട് എൻ്റെ എൻട്രി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം പാടി തുടങ്ങിയത്. കോമഡി ഉത്സവത്തിലോട്ട് വന്നതിന് ശേഷം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് മാറാൻ തുടങ്ങിയപ്പം കുറേ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിൽ ലിറിക്സ് ചെയ്താനായാലും കമ്പോസ് ചെയ്യാനായാലും സോങ്സൊക്കെ മേക്ക് ചെയ്യാനായാലും ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇതേപോലെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങി. മിക്സിങ് മാസ്റ്ററിങ് ആയാലും സോങ്സിൻ്റെ ലിറിക്സ് റൈറ്റിംഗ് ആയാലും എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ വർക്ക്സൊക്കെ ഇറക്കി. അപ്പോൾ എൻ്റെ കൊച്ചു സൗണ്ടാണ്, കുട്ടിത്തമുള്ള സൗണ്ടാണ്. അപ്പം അത് മാറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത്. അപ്പം അപ്പം എഴുതിയ സോങ്സ് പോലും ഇപ്പോഴാണ് റിലീസ് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ എൻ്റെ സൗണ്ടിന് വേണ്ടി ഞാൻ ഇത്രയും നാളത്തേക്ക് വേണ്ടി ആ ട്രാക്കുകളെല്ലാം മാറ്റി വെച്ച്. ഇപ്പോഴും ഒരുപാട് ട്രാക്കുകൾ റെക്കോർഡ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. എൻ്റെ അന്ന് എഴുതിയ ട്രാക്കുകൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ട്രാക്കുകൾ ഇപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്, എൻ്റെ സൗണ്ട് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ആദ്യം ശ്രീജിത്തായിരുന്നു. ശ്രീജിത്ത് എന്ന ഒരു പേര് മാറ്റി ഞാൻ കലാം സ്മോക്കി എന്നൊരു പേരിലോട്ട് മാറി. അതിൻ്റെ അർത്ഥം എന്താ? കലാം സ്മോക്കി എന്ന് പറഞ്ഞാൽ അപ്പം സ്മോക്കി എന്ന് പറഞ്ഞ സംഭവം ട്രെൻഡിങ് ആയിരുന്നു ഭയങ്കര. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടതാണ് കലാം സ്മോക്കി എന്ന് മാറ്റി. ആ ഒരു ടൈമിലാണ് കോമഡി ഉത്സവത്തിൽ പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 14M ഹുഡ് എന്നാക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ പിന്നെ ആലോചിച്ചു, ഒരു ബുമ്മില്ല പേര്. അത് കഴിഞ്ഞ് ഞാൻ വിശ്വയ്ക്ക് മുമ്പേ റാണ എന്നായിരുന്നു, റാണ എന്നാണ് ഞാൻ ഇട്ടിരുന്നത്. നോക്കിയപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കുറേ നോക്കിയപ്പോൾ അതേപോലെ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ ഞാൻ അതും വിട്ട്. പിന്നെയാണ് വിശ്വ എന്നൊരു പേര് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നെയിമായിട്ട് ഇത്രയും നാൾ ഇല്ലാത്ത ഒരാളെ മാറ്റി അവരെല്ലാം കൊന്നിട്ട് പുതിയൊരാളായിട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഈ ഒരു ശ്രീജിത്തിൽ നിന്ന് വിശ്വയിലോട്ടുള്ള ഒരു എൻട്രി. ഓക്കെ, അപ്പം ശ്രീജിത്തിൽ നിന്ന് വിശ്വയിലോട്ട് വരുമ്പം എല്ലാ കാര്യങ്ങളും, വിശ്വ എന്ന് പറഞ്ഞ ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. മീൻസ് മിക്സിങ് മാസ്റ്ററിങ്, ബീറ്റ് മേക്കിങ്, ലിറിക്സ് ആരെയും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ആദ്യം പറഞ്ഞു ഞാൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ പറയുന്ന ഒറ്റയ്ക്കാണ് ചെയ്തത്. അങ്ങനെ ചെയ്യാൻ മാത്രം എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ പുറകിൽ നിന്നൊരു കുത്തൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഞാനൊരു +2 ഒക്കെ ആയ സമയത്ത് എൻ്റെ അടുത്ത് പറയാണ്, എടാ ഒരു സിംഗർ ആകുമ്പം അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പം എന്തിനെങ്കിലും പറ്റിയ ഒരു ഗ്രാഹ്യം വേണം. ചില ബീറ്റ് മാക്കിനെ പറ്റിയോ അല്ലെങ്കിൽ സോങ്സിനെ പറ്റിയോ ഇല്ല ലിറിക്സ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് എനിക്ക് അതിനെങ്കിലും ഒരു കഴിവ് വേണം എന്ന് എൻ്റെ അടുത്ത് ബുള്ളി ചെയ്തു. ആ ഒരു വാശിക്ക് ഞാൻ എല്ലാ ബുക്കുകളും വായിച്ച് അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഞാൻ മിക്സിങ് മാസ്റ്ററിങ്ങും ലിറിക്സും എല്ലാം പഠിച്ച്, സ്വന്തമായിട്ട് എല്ലാം പഠിച്ചു. ആ ഒരു വാശിക്കാണ് ഞാൻ ഇത്രയും എല്ലാം ഒറ്റയ്ക്ക് പഠിക്കാൻ തുടങ്ങിയത്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ. പാട്ട് പഠിക്കാൻ പോയിട്ടില്ല. സെൽഫായിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്താണ് ഇങ്ങനെ എത്തിയത്. അടിപൊളി. എന്തായാലും തേപ്പ് കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഓൾറെഡി തേപ്പൊക്കെ കിട്ടിയിരിക്കാന്ന് പറഞ്ഞു. ഇപ്പം ആർട്ടിസ്റ്റ് ലൈഫിൽ ഇതൊക്കെ സാധാരണമാണ്. അതെ, ഇപ്പൊ വിശ്വ
ഇപ്പം ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ കുറെ പേർക്കുള്ള ഡൗട്ടാണ് ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എനിക്കുള്ള ഡൗട്ടാണ്, ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. അയ്യോ, വിഷു സിംഗിൾ ഗൈസ്. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് ഇൻബോക്സിൽ മെസ്സേജസ് വരും. ഓക്കെ, ഞാനും വിഷയുടെ ഒരു ഫാനാണ്. കാരണം വിഷയുടെ ഇന്നെന്റെ ബാഡേ സോങ് ആണ് എല്ലാവരും വൈബ് അടിക്കുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് അണ്ണാക്കിൽ കിട്ടി എന്നുള്ളതാണ്. കാരണം ഒരുപാട് അതുപോലെ അണ്ണാക്കിൽ കിട്ടിയിരിക്കുന്ന ഒരു ആങ്കറാണ്. പേഴ്സണൽ ലൈഫിൽ ഒരുപാട് കിട്ടിയിരിക്കുന്നതാണ്. സോ ആ ഒരു പാട്ടൊന്ന് പാടാവോ? അണ്ണാക്കി കിട്ടി. കൂടെ കൊണ്ട് നടക്കല്ലേ, ക്യാഷ് ഉണ്ടേൽ മാത്രമേ കാണൂ, കായെല്ലാം കാലിയായാൽ പിന്നിൽ നിന്നേ കുത്തോളൂ. കൂടെ കൊണ്ട് നടക്കല്ലേ, ക്യാഷ് ഉണ്ടേൽ മാത്രമേ കാണൂ, കായെല്ലാം കാലിയായാൽ പിന്നിൽ നിന്നേ കുത്തോളൂ. അതെ, അതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, പിന്നിൽ നിന്ന് കുത്തുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം വിശ്വ പാടുന്ന മിക്ക സോങ്സിലാണെങ്കിലും ഇത് സത്യം പറഞ്ഞ 2 എപ്പിസോഡാണ്. ഒരു ഡാർക്ക് എപ്പിസോഡ്, ഒരു ഫണ്ണി എപ്പിസോഡ്. ഈ ഫണ്ണി എപ്പിസോഡിലെ ട്രാക്കുകളാണ് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാഡ് ഡേ ആയാലും ഈ അണ്ണാക്കി കിട്ടി ആയാലും ആദ്യത്തെ പ്രണയം, ഇതെല്ലാം ഒരു ഫണ്ണി എപ്പിസോഡാണ്. ഒരു ചില്ലിങ് ട്രാക്കുകളാണ്. ഇത് ഞാൻ ഒരിടത്തും ഇത് മെൻഷൻ ചെയ്തിട്ടില്ല ഇത് റാപ്പ് സോങ് ആണ്. എല്ലാവരും ഇത് റാപ്പ് സോങ് ആണെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് സെൽഫിൽ എല്ലാവരും പറഞ്ഞു ഉണ്ടാക്കുന്നു ഇതാണ് റാപ്പർ. ഇത് ഒരിക്കലും ഒരു റാപ്പ് സോങ് അല്ല, ഇത് ഒരു പോപ്പ് സോങ് ആണ്. ഫണ്ണി ടൈപ്പ് സാധനങ്ങളാണ്. എന്തായാലും അടിപൊളി. എനിക്ക് വിഷയനോട് ഇന്ററാക്ട് ചെയ്തപ്പോൾ ഭയങ്കര ഇതായി. പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒന്നും ആളല്ല കേട്ടോ, ഭയങ്കര പാവത്താനായിട്ടിരിക്കുകയാണ്. സോ ഞാൻ റാപ്പ് സോങ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇന്റർവ്യൂവിന് മുമ്പേ വിഷയനെ പറ്റി പഠിക്കണമല്ലോ, അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെയുള്ള ആളല്ലല്ലോ ഇവിടെ വന്നിട്ട് ഭയങ്കര പാവം, ഭയങ്കര സിമ്പിൾ ഒരാളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ക്യാരക്ടർ, ഭയങ്കര ഡൗൺ ടു എർത്താണ്, ഭയങ്കരമായിട്ട് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറയണല്ലോ. അപ്പം വിഷയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, വിഷയ നേരത്തെ പറഞ്ഞു വിഷയ്ക്ക് പുറകിൽ നിന്ന് കുത്തുകൾ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് വിശ്വ എന്നുള്ളത് എനിക്ക് വിഷയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഇപ്പോൾ വിശ്വ നേരിട്ടുകൊണ്ടിരിക്കുന്ന ട്രോളുകൾ അല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സ്, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഓൾറെഡി വിശ്വ എന്നോട് റിക്വസ്റ്റ് ചെയ്തതാണ് ആരെയും എനിക്ക് ഫേമസ് ആക്കണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ തരുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇവരൊക്കെ റിയാക്ട് ചെയ്യുന്ന രീതിയോട് എന്താണ് വിശ്വയ്ക്ക് പറയാനുള്ളത്? ലൈഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന കുറച്ച് ഡാർക്ക് റാപ്പ് സോങ്സ് ഉണ്ട്. അത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ജനങ്ങളെല്ലാം എന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വേണ്ട. എനിക്കറിയാം, മീൻസ് അതിൽ നല്ല അർത്ഥങ്ങളും കാര്യങ്ങളും ഇവരെന്താണോ എന്നിൽ നിന്ന് ഒരു റാപ്പറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം അതിലുണ്ട്. അതുകൊണ്ട് എന്നെ കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല ആ ട്രാക്കിൻ്റെ അകത്ത്, ഇനി വരാൻ പോകുന്ന ട്രാക്കിൻ്റെ അകത്ത്, മീൻസ് ഡാർക്ക് ട്രാക്കിൻ്റെ അകത്ത്. ഇത് ഫണ്ണിയാണ്. അപ്പം ഞാൻ അതിറക്കി പ്രൊമോട്ട് ആവണതിന് മുമ്പ് എനിക്ക് ലൈഫിലൊരു പാഠം കിട്ടിയതാണ്. മീൻസ് ഇതെനിക്കൊരു നല്ലൊരു പാഠമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇത് അറിയാതെ ഞാൻ സക്സസ് ആയിരുന്നെങ്കിൽ ആരൊക്കെ എൻ്റെ കൂടെ പിറകെ നിന്ന് കുത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. പക്ഷേ എനിക്കിപ്പോൾ അറിയാം, ഈ ട്രോളന്മാർ എന്നെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ട്രോളൊക്കെ കിട്ടി, എല്ലാവരും എന്നെ ആക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ കൂടെ ആ ട്രോൾ വീഡിയോയ്ക്ക് താഴെ ഞാൻ അത്രയും സ്നേഹിച്ച എൻ്റെ കൂട്ടുകാരന്മാർ പോലും വന്ന് കമൻറ്റ് ചിരിച്ചുകൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാഠമാണ്. ഈ ട്രോളന്മാരുടെ അടുത്ത് എനിക്ക് ഒരു നന്ദിയുണ്ട് പറയാൻ. താങ്ക് യു. ഇനിയും ട്രോൾ ചെയ്യുക, ഇനി എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാറുണ്ട്. അത് ശരിയാണ്. നമ്മുടെ വളർച്ചയിലും നമ്മുടെ താഴ്ചയിലും ആണ് ആരൊക്കെ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. വളരെ കറക്റ്റ്. ഇത് ഞാനൊരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഫേമസിലോട്ട് അല്ലെങ്കിൽ വലിയൊരു ലെവലിലോട്ട് പോണ ഒരു അടുത്ത സ്റ്റെപ്പാണ്. അതിനു മുമ്പേ എനിക്കിങ്ങനൊരു ഒരു പാഠം കാണിച്ചു തന്ന എൻ്റെ ട്രോളന്മാർക്ക് താങ്ക് യു സോ മച്ച്. ഈ ഒരു പാഠം കിട്ടിയപ്പോൾ സത്യം പറഞ്ഞ ഉള്ളിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം നമ്മൾ ഒരിക്കലും, കഴിവുള്ളവർ ഒരിക്കലും വിഷമിക്കില്ല. മീൻസ് കഴിവില്ലാത്തവർക്ക് മാത്രമേ അതിൽ വിഷമം വരുള്ളൂ. എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. സോ എനിക്ക് ഇനിയും നല്ല രീതിയിൽ ലിറിക്ക് എഴുതാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ഇനിയും വലിയ വലിയ നല്ല സോങ്സുകളൊക്കെ ഇറക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് കേരളമാണ് ഇന്ന് താഴ്ത്തി കെട്ടും നാളെ പൊക്കി വയ്ക്കും, അത്രേ ഉള്ളൂ. നല്ല കഴിവുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴായാലും കയറി വരാം. ആരെയും സ്വന്തമൊന്നും അല്ലല്ലോ ലോകം, ആർക്ക് വേണമെങ്കിലും എപ്പോഴും. അതെ. ഇപ്പൊ കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട സോങ് എന്ന് പറയുന്നത് ഇന്നെന്റെ ബാഡ് ഡേ എന്നുള്ള സോങ് ആണ്. സോ അതിൽ ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത് വരുന്നുണ്ട്, ലിറിക്സ് വരുന്നുണ്ട്. സോ വിശ്വ ഇപ്പോഴത്തെ യൂത്തിന് കൊടുക്കുന്ന മെസ്സേജ് ഡ്രഗ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ്. എന്താണ് വിശ്വ അതിന് കൊടുക്കുന്നത്? ഞാനിപ്പോൾ മെസ്സേജ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും യൂസ് ചെയ്യേണ്ടവർ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. ജസ്റ്റ് ചില്ലിങ്, ഒരു ചിൽ സോങ്, ഒരു വൈബ് സോങ്, അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഡ്രഗ്സ് സോങ്ങിൽ കൂടെ ഒരിക്കലും പറയുന്നില്ല നീ കഴിക്കൂ അല്ലെങ്കിൽ നീ കുടിക്കൂ നീ വലിക്കൂ, അങ്ങനെ ഒന്നും ഒരിക്കലും പറയുന്നില്ല. ജസ്റ്റ് ചിൽ, ഒരു വൈബിൽ അങ്ങ് കേട്ട് കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ജസ്റ്റ് ഒരു വൈബിന് വേണ്ടി, വൈബ് മാത്രം.
അല്ലാതെ വേറെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ ശ്രദ്ധിച്ച കേസ്, ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ചെറിയ കുട്ടികളടക്കം ഇന്നെൻ്റെ ബർത്ത്ഡേ ജോയിൻ്റ് അടിക്കും, ഇതെന്താ ജോയിൻ്റ് എന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ട്. സോ അവരത് വേറെ രീതിയിലോട്ട് എടുക്കാനും ചാൻസ് ഉണ്ട്. അതുവഴി വിഷയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ട വരാം. അപ്പം അതാണ് വിഷയന്റെ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. ഒന്നും പറയല്ല, ചുമ്മാ കേക്ക് കളയാ, അത്രേ ഉള്ളൂ. ശരിയാ, നമ്മുടെ മൂവീസിലൊക്കെ ആണെങ്കിലും ഇപ്പൊ ഹീറോസ് കള്ളുടി എന്ന് പറഞ്ഞത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതുപോലെ ഉള്ളൊരു ജസ്റ്റ് ഇതിപ്പോ എത്ര വർഷങ്ങൾ, ഞാൻ ജനിച്ച കാലം തൊട്ട് സിനിമയിലൊക്കെ കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അത് വാങ്ങിച്ച് സിനിമ പോലെ അഭിനയിക്കാൻ നിൽക്കുന്നില്ലല്ലോ. നമ്മുടെ ഓഡിയൻസ് വളർച്ചയെ വിമർശിക്കുന്നവരാണ്, അവരൊരാളുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കാത്തവരാണെന്ന് തോന്നിയിട്ടുണ്ടോ നമ്മുടെ മലയാളീസ് ആണെങ്കിൽ? മലയാളീസിന് ഒരാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമൊന്നും നോക്കാതെ എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാളെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമൊന്നും നോക്കാതെ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് ഗ്രോ ആയി വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. ഒരാൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അത് മാറും. നമ്മൾ ആ ജനങ്ങളെ മൈൻഡ് സെറ്റിന് മാറാതിരുന്ന സ്ട്രോങ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി നമ്മളെ കാര്യം നോക്കി പോയിക്കൊണ്ടേ ഇരിക്കുക. ആൾക്കാർ പലതും പറയും. ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങുമ്പം ഇപ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു 10-100 പേർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ 2 പേർക്ക് അത് ഇഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഇന്നെൻ്റെ ബാഡ് പാടിയാലോ? അതായത് ഇന്നെൻ്റെ ബാഡ് എന്നുള്ള സോങ് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് മാത്രമാണ്. അത് വിഷു ഓൾറെഡി ക്ലിയർ ആക്കിയിട്ടുണ്ട്, സോ അതിൻ്റെ പേരിൽ ഇനി ആരും വിമർശിക്കേണ്ട. ഓക്കെ, അപ്പോൾ പാടിക്കുക. ഇന്നെൻ്റെ ബാഡ് ഡേ, ജോയിൻ്റ് അടിക്കണം, ഡേ ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. സിരാഗ് മുറുകണ്, തലവെട്ടി പൊളക്കണ്, തലച്ചോറ് തെറിക്കണ്, തെറിച്ചത് പറക്കണ്, പട്ടച്ചൊണ്ണ വിളിക്കണ്, തണുത്തിട്ട് പറക്കണ്, മേലക വിറക്കണ്, വിറച്ചിട്ട് കിടക്കണ്, കിടന്ന് ഞാൻ മറിയണ്, കൈമൊത്തം വിറക്കണ്, പടസെല്ലാം മറക്കണ്, സ്വർഗത്തിൽ കിടക്കണ്, കടരണ്ട് തുറക്കണം, തുറന്നിരിച്ചിരിക്കണം, വലിക്കണം, കുട്ടിക്കണം, കുടിച്ചിട്ട് കിടക്കണം, പിരാന്ത് പിടിക്കുന്നു, പിടിച്ചിട്ട് കറക്കണം, മനസ്സിൽ കിടക്കണം, വല്ലാത്ത തുടിക്കുന്നു, മനസ്സൊക്കെ തിളക്കണ, കിരിട്ടൊക്കെ പിടിക്കുന്നു, ചതിച്ചിട്ട് കിടക്കണം, മനസ്സിൽ കിടക്കണം, കടുപ്പത്ത് കിടക്കണം, മുറുകെ ഞാൻ പിടിക്കുന്നു, മോത്തിട്ട് പിടക്കണം, അലറി ഞാൻ വിളിക്കുന്നു, പോച്ചിട്ട് പറക്കണം, കറഞ്ഞാൻ കിടക്കണം. ഓ അയ്യോ, എനിക്കാണ് ശ്വാസം മുട്ടുന്നത്. വിഷയം അവിടെ കിടന്ന് പാടിക്കൊണ്ടിരിക്കുക, ശ്വാസം മുട്ടുന്നത് എനിക്ക്. അയ്യോ, ഞാനിങ്ങനെ ഈ ശ്വാസം പിടിച്ചല്ലേ പാട്ടിനെ, അത് ഭയങ്കര ഡിഫിക്കൽട്ട്. കാണുന്നവര് കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നാണ് നാളെയാണ് ആ ലോട്ടറിയുടെ രീതിയിൽ. അത് വലിയൊരു റാപ്പ് സോങ്ങിന്റെ ചെറിയൊരു ഭാഗമാണത്. അയ്യോ, പക്ഷെ അത് നമുക്ക് നേരിട്ടാണ് മനസ്സിലാവും എത്രത്തോളം സ്ട്രെയിൻ ചെയ്താണ് പാടുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ബട്ട് വണ്ടർഫുൾ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ വിശ്വയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടൻ. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? അച്ഛനും അമ്മയ്ക്കും ഗവൺമെൻറ് ജോബാണ്, ചൈൽഡ് വെൽഫെയറിലാണ്. അച്ഛൻ സ്പിന്നി മില്ലിലാണ്. പിന്നെ ചേട്ടൻ ഡോക്ടറാണ്. അപ്പൊ വിശ്വ എന്ത് വരെ പഠിച്ചു? ഞാൻ BBA ഡ്രോപ്ഡ് ആണ്. അപ്പൊ ഫാമിലിയിൽ വിമർശനമൊന്നും ഉണ്ടായില്ല? കാരണം അല്ല, ഞാൻ എൻ്റെ ഒരു അറിവായ പ്രായം തൊട്ടേ ഞാൻ മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. വീട്ടുകാർ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഞാൻ സ്ട്രോങ് ആയിട്ട് മ്യൂസിക് എന്നുള്ള രീതിയിൽ അങ്ങോട്ട്. എനിക്ക് വേറെ എന്തിലും പോയാലും എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പൊ ലാസ്റ്റ് വീട്ടുകാർ ഓക്കെ അടിച്ചു? ലാസ്റ്റ് വീട്ടുകാർ ഓക്കെ അടിച്ചല്ല, ഞാൻ എൻ്റെതായ രീതിയിലോട്ട് ഇറങ്ങി. ഇപ്പൊ വീട്ടുകാർ ഓക്കെയാണ്? ഇപ്പൊ വീട്ടുകാർ ഓക്കെയാണ്. ഇനി പറഞ്ഞാൽ കേൾക്കില്ലെന്നറിയാം, പറഞ്ഞാൽ കേൾക്കില്ല, ഇനി ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച ആ ലെവലിലോട്ടാക്കി. മീൻസ് മ്യൂസിക്കിൽ ഓക്കെയാണ്, എന്റെ സന്തോഷമല്ലേ? സന്തോഷം. പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കുമ്പം ഗവൺമെന്റ് എംപ്ലോയീസും ആണ്, ചേട്ടൻ ഡോക്ടറാണ്, അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് മ്യൂസിക് എന്ന പാഷന്റെ പുറകെ പോകുക. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വിശ്വനെ എല്ലാവരും അറിയാൻ തുടങ്ങി. നെയ്യാറ്റിൻകരയിലെ ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന സാധാ പയ്യനിൽ നിന്ന് ഇപ്പോൾ ഒരു വിശ്വ മ്യൂസിക്, അടുത്തൊരു റാപ്പറാണ്. ഇനിയിപ്പം നമുക്ക് നാളെ എനിക്ക് പറയാം ഇന്റർവ്യൂ എടുത്ത ഒരാളാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ വേറെ ലെവലിലായിരിക്കും ആളെത്തുന്നത്. കാരണം ഡേ ബൈ ഡേ ഹീസ് ഗ്രോയിങ്. അപ്പം ഇന്റർവ്യൂ തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. സോ കോഡ് എന്തായാലും അടിച്ചോട്ടോ, ലക്കിയാണ്, കിട്ടും. എനിക്ക് ഫ്രീ ആയിട്ടൊന്നല്ല ഇന്റർവ്യൂ തന്നത്, പേയ്മെന്റ് നല്ലപോലെ ഞങ്ങളുടെ ചാനലിൽ നിന്ന് മേടിച്ചിട്ട് തന്നെയാണ് ഇന്റർവ്യൂ തന്നത്. ഫ്രീ ആയിട്ടൊന്നും ഇന്റർവ്യൂ തന്നില്ല, അതുകൊണ്ട് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഞങ്ങൾക്ക് കിട്ടി. സോ വിശ്വയ്ക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും വിശ്വയുടെ ലൈഫിനെ പറ്റി. വിശ്വ ഈ വന്ന ഒരു ടൈം, അതായത് കോമഡി ഉത്സവം തൊട്ട് ഇവിടം വരെ വന്ന ജേർണി ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അപ്പം എന്തൊക്കെയാണ് വിശ്വയ്ക്ക് പറയാനുള്ളത്? കോമഡി ഉത്സവം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ അതിനുശേഷമാണ് ഈ പയ്യനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. ഈ ലിറിക്സ് ഒക്കെ ഈ തരുന്ന പയ്യൻ. ആ പയ്യൻ പറഞ്ഞു ഇതേപോലെ മ്യൂസിക്കിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ വേണം എന്ന് പറഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് ഒരുപാട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി, ഒരുപാട് എല്ലാ ടൈപ്പിലുള്ള ജോണേഴ്സും എല്ലാം.
സ്റ്റഡി ചെയ്ത് അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് ബാംഗ്ലൂരാണ്. ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ എത്തിപ്പെട്ടു. അവിടെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടുണ്ട്. ഞാൻ ഒന്നുമല്ലാത്ത സമയത്ത് എന്നെ സഹായിച്ചൊരു എന്നെ എല്ലാം പഠിപ്പിച്ച എൻ്റെ മ്യൂസിക് എല്ലാം പഠിപ്പിച്ച എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അവനാണ് സച്ചിൻ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്. സ്വിച്ചിൻ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ട്. അവനാണ് സത്യം പറഞ്ഞാൽ എന്നെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മിക്സിങ് മാസ്റ്ററിങ് എല്ലാം പഠിച്ച് ഞാൻ നേരെ തിരിച്ച് എൻ്റെ ജന്മനാട്ടിലോട്ട് പോയത്. അവിടെ നിന്നാണ് പിന്നെ ആ സമയമൊക്കെ എത്തിയപ്പം ഞാൻ BBA സ്റ്റാർട്ട് ചെയ്തു. തേർഡ് ഇയർ ആയപ്പം എനിക്ക് എന്നെ പറ്റില്ല എന്ന് മനസ്സിലായി. ഞാൻ രാവിലെ പോകുന്നു, കോളേജിലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നൈസായിട്ട് പൂജപ്പുര മണ്ഡപം ഗ്രൗണ്ടിൻ്റെ അവിടെ വന്നിരിക്കുന്നു, മ്യൂസിക് ലിറിക്സ് ഒക്കെ എഴുതുന്നു, തിരിച്ച് കോളേജ് വിടുന്ന സമയമാകുമ്പോൾ വീട്ടിൽ പോകുന്നു. വീട്ടുകാർക്ക് ഡൗട്ടൊന്നുമില്ല, ലാസ്റ്റ് അറ്റൻഡൻസ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാത്തിനും സപ്ലി. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു എന്തിനാണ് വീട്ടുകാരെ പൈസ ഇങ്ങനെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഡ്രോപ്പ് ചെയ്ത്. എനിക്ക് ആ ബോധോദയം വന്ന തേർഡ് ഇയർ ആയപ്പോഴാണ്, തീരാറായപ്പോൾ. അപ്പൊ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടായിരുന്നു? അയ്യോ, ടീച്ചേഴ്സ്, പ്രിൻസിപ്പാള് സപ്പോർട്ടായിരുന്നു. പ്രിൻസിപ്പാൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതെന്താ? പ്രിൻസിപ്പാളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ വീഡിയോയിലൊക്കെ അഭിനയിക്കാൻ അങ്ങനെയൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. എനിക്ക് വെറുതെയൊക്കെ ചുമ്മാ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ പൊന്നാടെ കിട്ടി. അങ്ങനെ പ്രിൻസിപ്പാളിന് തന്നെ ഭയങ്കര കാര്യമായതുകൊണ്ട് ടീച്ചർമാർക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവര്. ഇപ്പം പ്രിൻസിപ്പളിനെ ആക്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. പ്രിൻസിപ്പളൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, പ്രിൻസിപ്പൾ ആരുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. അത് കഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോൾ ഡ്രോപ്പ് ചെയ്ത പിറ്റേ ദിവസം തൊട്ട് കൊറോണ. ഞാൻ ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ എക്സാം പാസ്സായി പോയേനെ. എന്നാലും കുഴപ്പമില്ല, BBA പഠിച്ചിട്ടൊന്നും ചെയ്യാനില്ല, മ്യൂസിക് തന്നെയല്ലോ, ഒന്നും ചെയ്യാനില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കോവിഡ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ടൈം എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ, എനിക്ക് ഒരുപാട് ടൈം കിട്ടി കുറച്ചുകൂടെ സ്റ്റഡി ചെയ്യാനും കുറച്ചുകൂടെ സോങ്സ് ഒക്കെ മേക്ക് ചെയ്യാനും. കാര്യം എന്ന് വെച്ചാൽ വേറെ പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം വീട്ടിൻ്റെ അകത്ത് ഇരുന്ന് തന്നെ ഇത് തന്നെ പണി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെയൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, ഭയങ്കര രീതിക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോവിഡൊക്കെ ഫിനിഷായ സമയത്തൊക്കെ ഞാൻ ഒരു ട്രാക്ക് ഇറക്കി. പിന്നെ അതിൽ നിന്നാണ് ഈ ഒരു ജേണിയിലോട്ട് എത്തിച്ചേർന്നത്. അതിന്ന് ഞാൻ സോങ്സ് ഒക്കെ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ബാഡ് ഡേ ഒക്കെ സത്യം പറഞ്ഞാൽ 1 വർഷം മുമ്പൊക്കെ റിലീസായ സാധനങ്ങളാണ്. 1 ഇയർ മുമ്പേ റിലീസായ സാധനങ്ങളാണ്. പിന്നെ പയ്യെ 40K ഫോളോവേഴ്സൊക്കെ എത്തി. 40K ഫോളോവേഴ്സൊക്കെ എത്തിയപ്പോൾ ഞാൻ അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അല്ല, അത്യാവശ്യം മിക്കവർക്കും എന്നെ അറിയാം ട്രിവാൻഡ്രത്തിനകത്ത്. അപ്പം ഞാനൊരു ഫംഗ്ഷന് പോയ സമയത്ത് ഒരു കൊച്ചു 2 പിള്ളേർ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട്, ചേട്ടാ വിശ്വ മ്യൂസിക് അല്ലേ, മറ്റേ ഇന്നെൻ്റെ ബാഡ് ഡേ എന്ന് പറഞ്ഞ് ആ കൊച്ചു പിള്ളേർ എനിക്ക് പാട്ട് പാടി തന്നു. അവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു ഫൈൻഡ് മൈ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ്, ആ ഒരു ഐഡിയ വന്നത്. ഓക്കെ, എനിക്ക് ഇത്ര ആൾക്കാരുണ്ടല്ലോ, എനിക്ക് തന്നെ സെൽഫായിട്ട് ഒരു പ്രൊമോഷൻ പോലെ ചെയ്ത് ആൾക്കാരുടെ ഇടയിലോട്ട് ഈ ട്രാക്കിനെ പ്രൊമോട്ട് ചെയ്ത് എത്തിക്കാമല്ലോ എന്ന് എനിക്കൊരു ഐഡിയ വന്നാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻസാണ്, റിയലി ഫാൻസാണ് അവർക്കൊരു സ്ക്രിപ്റ്റ് കൊടുത്ത് നമ്മൾ ഈ ഒരു സംഭവം സോങ്ങിനെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്തു, ആർട്ടിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്തു, സെൽഫായിട്ട് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അത് നല്ലൊരു വല്ല ഹൈപ്പിൽ കൊണ്ടുവരികയും ചെയ്തു. അതെ, എന്നോട് ചോദിച്ച ഫുഡ് വേണോ, എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂ വേണം, ഇൻ്റർവ്യൂ തരില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയെന്നുള്ളത് അയ്യോ എനിക്കേ അറിയുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫാൻസിനെ കണ്ടെത്തുന്നതിൽ തുടങ്ങിയത്. സോ പക്ഷെ അത് വിചാരിക്കുന്നതിനേക്കാൾ നല്ലൊരു ഹൈപ്പ് കിട്ടി. ഇപ്പൊ പല ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അതൊരു എന്താ പറയാ സ്പൂഫ് വീഡിയോസ് ചെയ്യാറുണ്ട്. സോ ബട്ട് ഇത് എൻ്റെ ചെയ്തത് ഒരു യുണീക്ക് കണ്ടന്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്യണ സോങ് ആൾക്കാർ പാടുക, ഈ ആർട്ടിസ്റ്റിനെ അറിഞ്ഞൂടാത്തവർ ഇതേത് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സെർച്ച് ടാഗ് വരിക. ആരൊക്കെ എന്തൊക്കെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു. അതെ, ഇൻഫ്ലുവൻസേഴ്സ് അടക്കം സ്പൂഫ് വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ വിഷയുടെ കണ്ണിൽ പെടുമ്പോൾ വിഷയ്ക്ക് എന്താ തോന്നാറ്, സന്തോഷം തോന്നാറുണ്ട്? ഫസ്റ്റ് ഒക്കെ നല്ല ഒരു ഇതുണ്ടായിരുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ദൈവമേ ഞാൻ എന്താ അന്തരീക്ഷത്തിലോട്ട് ഉയരാൻ പോകുന്നു എന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതൊരു ശീലമായി. അത് ശരി, എയറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമാണ്. പിന്നെ അത് ശീലമായി. ഓക്കെ, കുഴപ്പമില്ല, ഇത്രയേ ഉള്ളൂ. നേരത്തെ വീഡിയോയിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ അങ്ങനെ. ഓക്കെ, അപ്പോൾ വിഷയുടെ ബാഡ് ഡേ, അണ്ണാക്കിൽ കിട്ടി, അങ്ങനെ മാഫി അടക്കം ഒരുപാട് സോങ്സ് ഞങ്ങൾ കേട്ടു. ഇനി വിഷയുടെ വരാൻ പോകുന്ന സോങ്ങോ അല്ലെങ്കിൽ നമുക്ക് വേറെ ലാംഗ്വേജ് തന്നെ പിടിക്കാം, ഇതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാം. കാരണം എല്ലാവരും പറയുന്ന വിഷയ റാപ്പ്
സൂപ്പർ മാത്രമാണെന്നുള്ളതാണ്. അപ്പൊ അതിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തമിഴിലൊന്ന് പഠിച്ചാലോ? എന്ത് പറയും? നമുക്ക് പിടിക്കാം. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ. ഓക്കെ, സ്റ്റാർട്ട്. അയ്യോ, വിഷയ്ക്ക് നാണം വന്നു. വിഷ നമ്മൾ കാണുന്നോലൊന്നല്ല. തൊണ്ട പ്രശ്നമാണ്. ആണല്ലേ? കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഓക്കെ, അത് ശരിയാക്കിയൊക്കെ പാടാം. ഓക്കെ. ആ തൊണ്ട ശരിയാക്കുന്നതിൽ ഒരു ആ ചിരിയുടെ ഒരു സ്വരം. ഓക്കെ, മെലഡിയാണ് തമിഴ്. അയ്യോ, ഇതിന്റെ ട്രോള്. അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കണ്ണുറങ്ങല കണ്ണുക്കുള്ള കനവ് கண் தெரியல புறமே பலதும் காயம் மட்டும் இதயத்தில் பதிவாய் துக்கம் கொண்டு என்ற சீரமொத்தம் இருளால் சொல்லடி விட்டு போன காரணம் அறியாதென்னில் பல தினங்கள் கடந்து காலங்கள் போனாலும் காயம் ஆறாது தூரங்கள் நீந்தியாலும் ஒரு மாற்றம் நீங்காது மோகிதம் ஓரமாய் நானும் ஆகிறேன் என் பாதையை தேடினேன் காணவில்லையே. ഹേയ്, ഓ അടിപൊളി. അത് നമുക്ക് കറക്റ്റ് ഫീല് കിട്ടും കേട്ടോ. എനിക്ക് ആരെ പോലെയാണോ, ടീച്ചയോ ഒരു തമിഴ് സിംഗർ ഇല്ലേ? അല്ലല്ല, ഏകദേശം മീൻസ് ആ എടുക്കുന്ന രീതിയൊക്കെ, സോങ്ങിൽ എടുക്കുന്ന രീതി അതൊക്കെ പോലെ തോന്നി. ഞാൻ മെലഡി ഒരുപാട് മലയാളത്തിലും നല്ല രസമുണ്ട് കേൾക്കാൻ. ഇത്രയും കാലം റാപ്പ് കേട്ടിട്ട് ഇത് നല്ല രസമുണ്ട്. നമുക്ക് അടുത്തത് ഇങ്ങനത്തെ ഒരു സോങ് എടുക്കാം. അടിപൊളി, നല്ലൊരു കൈയടി, ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഈ സോങ് സ്വന്തമായിട്ട് ഞാൻ എഴുതിയതാ. മ്യൂസിക് ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. അടിപൊളി, വണ്ടർഫുൾ. ഒറ്റയാളാണ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നാലാണ്. അടിപൊളി. ഓക്കെ. ഇപ്പൊ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സംഭവം ഇറക്കുമ്പോൾ ഫാൻസിന് വെച്ച് ഇറക്കുന്നു. അപ്പൊ ഫാൻസ് ബിയർ ഒക്കെ മേടിച്ചിരണെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ബിയർ മേടിച്ചു കൊടുക്കുമ്പോ കുറെ പേര് ബിയർ ചോദിച്ച് മെസ്സേജ് അയച്ച് കാണുമല്ലോ. ഒരുപാട്. എന്നിട്ട് കുറെ പേർക്ക് ബിയർ ഒക്കെ മേടിച്ചു കൊടുക്കും. ഇല്ല, സ്ക്രിപ്റ്റ് അല്ലേ? സ്ക്രിപ്റ്റ് ആണ്. എന്നിട്ട് ഈ ഫാൻസിന് ബിയർ മേടിച്ചു കൊടുത്തു. ഫാൻസിന് ബിയറിന്റെ ബേസിക് നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അല്ല ബിയർ മേടിച്ചു കൊടുത്തില്ല. ആർക്കും ഒരു തണുത്ത ബിയർ, എനിക്ക് 2 തണുത്ത ബിയർ ചുമ്മാ നമ്മളെങ്ങനെ ആൾക്കാർക്ക് ബിയറൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതെ അതെ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫിറ്റ്നസ് ഒക്കെ നോക്കിയതിന് ശേഷം ഞാനിങ്ങനെ ഇതൊന്നും അടിക്കാറില്ല ഒരുപാട്. ഒന്നും കഴിക്കാറില്ല. മുമ്പൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ വല്ലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ വരാണെങ്കിൽ മാത്രം. എന്താ ഡേ കെയർ റൂട്ടീൻ ഒക്കെ എങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ നിലനിർത്തുന്നത്? സൗന്ദര്യമൊക്കെ എങ്ങനെ നിലനിർത്തുന്നത്? പക്ഷെ ഭയങ്കര നല്ല സ്മൈലാട്ടോ. എനിക്ക് സ്മൈൽ ഭയങ്കര ഇഷ്ടമായി. ഫേവറേറ്റ് ഫുഡൊക്കെ എന്താ? ഫേവറേറ്റ് ഫുഡ് ബീഫും കപ്പയും. ഓ അടിപൊളി. പിന്നെ ഫേവറേറ്റ് കളറൊക്കെ ഏതാ? ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നല്ല, ഒരുപാട് ഫാൻ ഗേൾസ് ഉണ്ടാവും ഇതൊക്കെ അറിയാൻ വേണ്ടി. മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവര് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു ആങ്കർ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. അല്ലേ? നിങ്ങൾക്ക് സന്തോഷം വന്നിട്ടുണ്ടാവും. ഫേവറേറ്റ് കളർ എന്താ? ബ്ലാക്ക് ആണ്. ഇലുമിനാറ്റി ആണോ ബ്ലാക്ക് ഒക്കെ? ഇലുമിനാറ്റി ഒന്നല്ല, പക്ഷെ എനിക്കൊരു ഇലുമിനാറ്റി വൈബ്. നമ്മുടെ ഒരു മാഫിയ സോങ് ഉണ്ട് വിഷയുടെ. ആ മാഫിയയില് എല്ലാവർക്കും പാടിക്കേ, എന്നെ കാക്കാൻ കൂടെ സാത്താൻ. എന്നെ കാക്കാൻ കൂടെ സാത്താൻ. അതോടെ ഞാൻ ചോദിച്ചു ഇലുമിനാറ്റി ആണോ? ഇപ്പൊ ഫുള്ള് നമ്മുടെ ഇപ്പൊ മലയാളം ഫിലിം ഇൻഡസ്ട്രി സോങ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇലുമിനാറ്റിക്ക് ഭയങ്കര ഒരു പ്രസൻസ് ഉണ്ട്. ഏത് മൂവിയുടെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാലും ഒരു ഡാർക്ക് തീം എന്തായാലും ഉണ്ടാവും. അപ്പൊ അതാ ഞാൻ ചോദിച്ചു ഇലുമിനാറ്റി ആണോ? ഇല്ല. ദൈവവിശ്വാസിയാണോ? ലൈറ്റായിട്ട് ചെറുതായിട്ട്. ഓക്കെ. ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. ദൈവം അവിടെ ഇരിക്കും. പിന്നെ ഞാൻ എന്റെ റാപ്പൊക്കെ എഴുതിയിട്ട് ഇതാക്കിയിട്ട് വരാതുള്ള രീതിയിൽ. ലിറിക്സ് ഒക്കെ ഇപ്പൊ സ്വന്തമായിട്ടാണ്, ലിറിക്സും എല്ലാം സ്വന്തമായിട്ടാണ്. ഇപ്പം ആരും അക്കമ്പനി ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം എങ്ങനെയാണ്? മീൻസ് ഞാൻ പെട്ടെന്ന് എഴുതും. ഞാൻ കുറച്ച് സ്പീഡാണ്. എനിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മേ ബി ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ സോങ് ഫുൾ മിക്സിങ് മാസ്റ്ററിങ് വരെ ഫിനിഷ് ചെയ്ത സോങ്ങുകളുണ്ട്. മീൻസ് എനിക്ക് എൻ്റെ അത്ര സ്പീഡ് ഞാൻ ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര സ്പീഡാണ്. ഭയങ്കര സ്പീഡാണ്. പക്ഷേ എനിക്ക് എഴുതി തരാമെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ലിറിക്സ് ഒക്കെ എഴുതി തരുന്ന ആൾക്കാരൊക്കെ എനിക്ക് കണക്ഷൻ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ലോ ആണ്. 1 ആഴ്ച 2 ആഴ്ചയൊക്കെ പിടിക്കും ലിറിക്സ് ഒക്കെ വരാൻ. നമുക്കതൊന്നും വേണ്ട, നമ്മൾ ഞാൻ പെട്ടെന്ന് എഴുതും. ഇപ്പൊ ഇങ്ങനെ പബ്ലിക് പ്ലേസസിലൊക്കെ പോകുമ്പം ഇപ്പൊ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. ഞാനാണേലും ഇപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞ ദിവസം ഓൺലൈൻ മീഡിയക്കാരൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വന്നത്. സോ അങ്ങനെയൊക്കെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ എന്താ വിഷയ്ക്ക് തോന്നുന്നത്? അങ്ങനെയൊക്കെ അംഗീകാരം കിട്ടുമ്പോൾ ആള് ഭയങ്കര പാവം, ഒന്നും പറയുന്നില്ല. ആള് അങ്ങനെ കിട്ടുമ്പോ
എന്താ നമ്മുടെ സോങ്ങിൽ കാണുമ്പോ ഇന്നെന്റെ ആ ഒരാള് ഇവിടെ നിന്നിട്ട് അങ്ങനെയൊക്കെ അംഗീകാരം കിട്ടുമ്പോ അങ്ങനെയൊക്കെ അംഗീകാരം കിട്ടുമ്പോൾ നല്ല സുഖമുണ്ട്. ഒരു പാവം കേട്ടോ. കാരണം നമ്മൾ കാണുന്നത് നമ്മൾ വിചാരിക്കും എൻ്റെ അമ്മ അത് ഭയങ്കര നമ്മള് അടുക്കും അങ്ങനത്തെ ഒരാളാണോ, നമുക്ക് മിണ്ടാൻ പറ്റുമോ, ജാടയാണോ? ഒരിക്കലും അല്ല, ആള് ഭയങ്കര സിമ്പിളാണ്. ഞാൻ എടുത്തു പറയാം. എൻ്റെ അടുത്ത് എനിക്ക് പാവം തോന്നുന്നു. ഇങ്ങനെ തന്നെയാണോ ശരിക്കും? എല്ലാവരും ഇങ്ങനെ പാവത്ത ഇങ്ങനെ കുറച്ചുകൂടി നമ്മൾ ബോൾഡാണ്. ഇത്രയും പാവത്താനെ നിൽക്കരുത്. അപ്പൊ നമ്മുടെ മേലേക്ക് അപ്പൊ അങ്ങനെ ബോൾഡ് ആവാൻ ഇപ്പം ഇങ്ങനെ നമുക്ക് കുറെ പേര് വിമർശനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അവർക്ക് എന്തെങ്കിലും മറുപടി ഒക്കെ കൊടുക്കുന്നുണ്ടോ? ഞാൻ ഇടയ്ക്കൊരെണ്ണം മറുപടി കൊടുത്തായിരുന്നു. പക്ഷെ അത് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ മറുപടി കൊടുത്തു. ബാക്കിയൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എനിക്കിങ്ങനെ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടി ഇഷ്ടപ്പെടാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നാലും എനിക്ക് വളരാൻ പറ്റും. അത് സത്യമാണ്. ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുതിയ ക്രിയേറ്റിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ തോന്നുന്നു, കാണിക്കാൻ തോന്നുന്നു. ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ട മത്സരത്തിൽ നീ ജയിക്കും എന്ന് പറഞ്ഞ് ഓടിയിട്ട് ഒരു വാശിയും കാണത്തില്ല. നീ ജയിക്കൂലടാ, നീ തോറ്റ് പണ്ടാരണമെന്ന് പറയുമ്പോൾ നമുക്ക് ജയിക്കേണ്ട ഒരു വാശിയാണ്. ഇപ്പൊ ചില ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഭയങ്കരമായി ഡിഗ്രേഡ് ചെയ്ത് ചെയ്യുന്നത് ഞാൻ കണ്ടു. അവർ ആവശ്യമില്ലാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വീഡിയോ നമ്മളിപ്പോൾ നല്ല ഹൈപ്പിൽ കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഒരാൾ ഇതിനെ നെഗറ്റീവായിട്ട് ചെയ്തപ്പം റീച്ച് ഉണ്ട്. സോ നെഗറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് പോസിറ്റീവ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നെഗറ്റീവ് ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. അവർ ചെയ്തോട്ടെ. അവർക്ക് എന്നെ കാരണം ഒരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, സന്തോഷിക്കട്ടെ. എന്നെ കണ്ടിട്ടല്ലേ അവര് സന്തോഷിക്കുന്നത്, സന്തോഷിച്ചോട്ടെ. അതെ, ഒന്നുമില്ലേലും വിശ്വ എന്ന് പറയുന്ന പേര് ഒരു ബ്രാൻഡഡ് നെയിമായി, ആ ഒരു ലേബലായി. വിശ്വ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അതായത് ഇന്നലെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വിശ്വനെ പറ്റി ഒരു ലേഡിയാണ് വളരെ മോശമായ രീതിയിൽ, വിഷമകരമാവുന്ന രീതിയിൽ വിശ്വനെ ഡിഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു. സോ ചാനൽ പൂട്ടിക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ട വീഡിയോ ആണോ കണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ബാക്കിയുള്ള വീഡിയോ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. മീൻസ് സ്ട്രേഞ്ചേഴ്സിന്റെ കുറെ ആളുകളോട് പറഞ്ഞിട്ട് വിശ്വൻ അറിയോ ഭയങ്കര ഡിഗ്രേഡ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഇപ്പം വേറെ ആര് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല. ഇപ്പം നമ്മൾ കാണുമ്പോൾ ചിരിക്കുകയും നല്ല സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ എന്നെ പറ്റി ഈ ഇടയ്ക്ക് ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പറഞ്ഞതിന് കുറച്ച് ദിവസം മുമ്പേ ഒരു വീഡിയോ കണ്ടായിരുന്നു. അയ്യോ, അത് ഞാൻ ആ കൊച്ചിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എനിക്കത് ഭയങ്കര വിഷമമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ഒരാൾ നമ്മളെ സ്നേഹത്തോടെ കാണും, നമ്മളൊരിക്കലും അങ്ങനെ ഡീഗ്രേഡ് ചെയ്യൂല എന്ന് വിചാരിക്കുന്ന ഒരാൾ നമ്മളെ പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ല വിഷമമായി. കുറച്ച് സ്റ്റുഡൻസ് ആണ്. അപ്പം അവർ എന്നെ വീഡിയോയിൽ വന്നിട്ട് ഭയങ്കര രീതിക്ക് ഒരുമാതിരി അപമാനിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരിങ്ങനെ പറയുമെന്ന്. അതെനിക്ക് ഭയങ്കര വിഷമകരമായി. പിന്നെ ഞാനത് അറിഞ്ഞിട്ട് അവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവരുടെ റിപ്ലൈ ഒക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പം പിന്നെ ഞാൻ അതങ്ങ് വൈൻഡപ്പ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ട വീഡിയോ സെയിം തന്നെയാണെന്ന് തോന്നുന്നു. അതിൽ ഭയങ്കര അങ്ങനെ ആരും ഡിഗ്രേഡ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറെ സ്റ്റുഡൻസ്. അതെ. അപ്പൊ അറിയുന്ന ആള് കണ്ടിട്ടാണ് ഇങ്ങനെ ഇത്രയും വിമർശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഫണ്ണി സോങ് ആണ്, ഒരു വൈബിലെടുക്കുക, അത് കളയുക. അല്ല അത് മാത്രം ഇത്രയും ബുള്ളിയാൽ മാത്രം ഒന്നുമില്ല അതിൻ്റെ അകത്ത്. പിന്നെ ഈ ചെയ്യുന്ന ഈ ഫൈൻഡിങ് മൈ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ എപ്പിസോഡ് ജസ്റ്റ് ഒരു പ്രൊമോഷൻ. ഇപ്പോൾ സിനിമാക്കാർ വന്ന് എന്തെല്ലാം സ്റ്റേജൊക്കെ കെട്ടി എന്തെല്ലാം പ്രൊമോഷൻ ചെയ്യുന്നു സിനിമേനെ. അപ്പോൾ അതേപോലെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യണതിന് ഇപ്പോൾ എന്താണ് കുഴപ്പം? നമ്മൾ വേറെ വലിയ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ പിടിച്ചു പറയുകയോ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. നമ്മളൊരു സോങ്ങിനെ പ്രൊമോട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇത്രയും തെറ്റ് കാണാൻ മാത്രം അതിൽ എന്താണോ ഉള്ളത്? സോ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ നമ്മൾ അറിയുന്ന ആളുകളാണ് നമ്മുടെ ശത്രുക്കൾ. അതെ, അല്ലാത്തവരും നമുക്ക് ഭയങ്കര സപ്പോർട്ട്. നമ്മളെ ജീവിതത്തിൽ കാണാത്തവരാണെങ്കിൽ പോലും നമ്മൾ ഇന്ന് വരെ അറിയാത്തവർ നമുക്ക് തരുന്നൊരു സപ്പോർട്ട്, അത് നമുക്ക് മനസ്സിലാവും, ഭയങ്കര സപ്പോർട്ട്. പക്ഷെ നമ്മൾ അറിയുന്ന കൂടെ നിൽക്കുന്നവരാണ് നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 BMW ഉള്ളവൻ വീട്ടിൻ്റെ അകത്തിരിക്കും പറയും, അയ്യോ അവന് കള്ളപ്പണം വന്നോ ഇത്രയൊക്കെ വാങ്ങിച്ചു കൂട്ടെന്ന് പറയും. പക്ഷെ വെളിയിലിറങ്ങി നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ആളെ, ചേട്ടാ സുഖമാണോ, കഴിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം, ഇങ്ങനെ ചോദിക്കും. ഇത്രേ ഉള്ളൂ. ഇതാണ്. അതൊക്കെ കൊണ്ടാണോ ലൈഫിൽ ഒരു ഗേൾ ഫ്രണ്ട് വേണ്ടെന്നൊക്കെ വെച്ചേ? അയ്യോ അങ്ങനെ തിരിഞ്ഞു വളഞ്ഞു നോക്കി ഇതിലോട്ട് തന്നെ വരുന്നത്. അയ്യോ അതുകൊണ്ടൊന്നുമല്ല. റിലേഷൻ ഉണ്ടെങ്കിൽ കരിയർ ഫോക്കസ് ചെയ്യാൻ പറ്റൂലല്ലോ. ശരിയാ. പിന്നെ ഫാൻ ഗേൾസിന് കിട്ടൂലല്ലോ. അങ്ങനെ കൊള്ളാം എന്തായാലും. അപ്പം അത് വളരെ വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര ആവശ്യമില്ലാതെ ഒരു ഇത് അങ്ങനെ ആരും ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഞാൻ എത്ര മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്താലും അതിപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി ഒരു നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ എൻ്റെ അടുത്ത് അത് ഡയറക്റ്റ് ആയിട്ട് പറയാം. അതെ, ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഗുണമാണ് നേരിട്ട് വന്ന് പറയാം. അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ച് പറയാം, എടാ നീ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല,
പറയാം. പക്ഷേ ഇത് ഇത്രയും പബ്ലിക്കലി എന്താണ് എല്ലാ നാട്ടുകാരൊക്കെ എല്ലാം പബ്ലിക്കലി ആ വീഡിയോ ഒരു 1 lakh പോയി കാണും വീഡിയോ. എൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ചുണ്ട്. 1 lakh പോയി കാണും ആ വീഡിയോ. ഇത്രയും പബ്ലിക്കലി വന്ന് മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. മനസ്സിലായി. പബ്ലിക്കലി വന്ന് പറയണ്ടല്ലോ, എന്നോട് പേഴ്സണലായിട്ട് പറയാമല്ലോ. അതല്ലേ ഒരു നല്ലൊരു ഫ്രണ്ട്, എന്നെ അറിയാമെന്നുള്ള ഒരാളല്ലേ. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആരെങ്കിലും നമ്പർ വാങ്ങിച്ചൊക്കെ വിളിച്ച് പറയാം. ഏതാ ബാഡ് ഡേ സോങ്ങിന്റെ പേരിലാണ്? ബാഡ് ഡേ സോങ്ങിൻ്റെ അല്ല, ടോട്ടലി എത്രയോ സോങ്സ് നല്ലത് ഇറക്കിയിട്ടുണ്ട്. വേറെയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഇഷ്ടപ്പെട്ടു. ഞാൻ എത്രയോ സോങ്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പല റാപ്പേഴ്സ് ആണെങ്കിലും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, വളരെ മോശമായിട്ട് എത്ര ലിറിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലഹരിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സെക്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തെറിവിളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്രയോ സോങ്സ് ഉണ്ട്. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ അത് മാത്രമല്ല ഫണ്ണി, എന്നെ പോലെ ഫണ്ണി സോങ്സ് ഇറക്കുന്ന എത്രയോ പേരുണ്ട്. ഫണ്ണി ലിറിക്സ് ആഡ് ചെയ്യുന്ന, സിമ്പിൾ ലിറിക്സുകൾ ആഡ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഞാൻ പെട്ടെന്ന് ആൾക്കാർക്ക് കേച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് മൈൻഡിൽ അത് ഇപ്പം പാടിയില്ല ഇന്നെൻ്റെ ബാഡ് ഡേ, അതേപോലെ എല്ലാവർക്കും അത് പെട്ടെന്ന് മൈൻഡിൽ റീഡാവും സാധനം, സിംപ്ലി സാധനങ്ങൾ. സോ അതും കൂടെ കണക്കാക്കിയാണ് ഞാൻ ഇങ്ങനത്തെ ട്രാക്സ് ഇറക്കി. എത്രയോ പേര് എന്നെപ്പോലെ ഇറക്കുന്നവരുണ്ട്. അവർക്ക് ആർക്കും ഇങ്ങനെ ഒന്നും പറയില്ല. കൂടെ നിൽക്കണവരാണ് പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിള് ഇത് ക്ലോസ് ആക്കി വെക്കുക, അത്രേ ഉള്ളൂ. അത്ര മീൻസ് ഷോർട്ടാക്കി വെക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും വെച്ച കാര്യം പിന്നോട്ടില്ല. അതെ, നല്ല കാര്യം. ബാക്കി എല്ലാവരും വെട്ടിക്കളയേ ഉള്ളൂ. അതെ, വളരെ നല്ല കാര്യമാണ്. അപ്പം ഞാൻ പറയാൻ വന്ന കേസ് വേറൊന്നുമല്ല. ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും എടുത്ത് ചെയ്യുമ്പം നമുക്ക് മനസ്സ് വേദനിക്കുന്ന രീതിയിൽ അങ്ങനെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, ഇത് ഈ സ്റ്റുഡൻസ് ചെയ്തതല്ലാതെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും ഇങ്ങനെ ആൾ ചെയ്യുന്നത് എന്നുള്ളത്. അതെനിക്ക് വിഷയനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയല്ലോ, നമ്മളെ അറിയുന്നവർ തന്നെയാണ് നമ്മളെ പുറകെ ചെയ്തത് കുത്തുക എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് വിഷ തളരാൻ പോകുന്നില്ല, വിഷ മുമ്പോട്ട് തന്നെ പോകും, അത്രേ ഉള്ളൂ. അപ്പം ലൈഫിൽ വിഷു കല്യാണം കഴിക്കും? അത് സിംഗിളായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുമോ? ഇല്ല, കല്യാണം കഴിക്കും. കല്യാണം കഴിക്കും. ഓ, കല്യാണം കഴിക്കും. ഓക്കെ, അടിപൊളി. അപ്പോൾ പ്രതീക്ഷയുണ്ട് കേട്ടോ. ഓക്കെ. എന്നാലും ഇപ്പൊ വിഷയ്ക്ക് എത്ര വയസ്സായെന്ന് പറയാമോ നമ്മുടെ ഫാൻസിന്? ഇല്ല, അയ്യോ തീർന്നില്ലേ? തീർന്നു. കാരണം ഈ കാണുന്ന വിഷയുടെ ഏജ് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. അല്ല, ഞാൻ പറയില്ല. കൊച്ചു പയ്യനാണ്. കാണുന്ന നമ്മൾ സംസാരിക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര വലിയ മെച്യൂരിറ്റി ഉള്ള ആളാണ്. മെച്യൂരിറ്റിയിൽ മാത്രമല്ല കാര്യം, ഏജ് മെച്യൂരിറ്റിയും തമ്മിൽ നല്ല ഇതുണ്ട്. കാരണം അനുഭവങ്ങളാണ് നമ്മൾ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ ആക്കി മാറ്റുന്നത്. അല്ലാത്ത പക്ഷം അങ്ങനെയല്ല. ഇപ്പം നമുക്കറിയാം 10-30 വയസ്സ് കഴിഞ്ഞവരെ കുട്ടിക്കളി മാറാത്ത ആളുകളുണ്ട്. ഇപ്പം ഒരുപാട് ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആളുകളുണ്ട്. പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വലിയ അനുഭവങ്ങൾ സംസാരിക്കുന്നവരുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഒരു ദേവനന്ദ എന്ന് പറഞ്ഞ കുട്ടി നമ്മുടെ ആക്ട്രസ് ആണ്. ആ കുട്ടി സംസാരിക്കുന്നത് എനിക്കൊന്ന് 10 years എന്തോ ആയിട്ടുള്ളൂ. പക്ഷെ ആള് സംസാരിക്കുന്ന രീതി കണ്ട് വലിയ ആൾക്കാർ സംസാരിക്കുന്നത് അതാണ് നമ്മളെ അനുഭവങ്ങളാണ് മനുഷ്യരെ. നമ്മുടെ ഫ്രണ്ട് സർക്കിള്, നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എല്ലാം അതൊക്കെ ഭയങ്കര ഒരു വിഷയുടെ ഫ്രണ്ട് സർക്കിളൊക്കെ വിഷയനേക്കാൾ ഏജ് കൂടിയവരാണ് കൂടുതലും. എനിക്ക് എന്നെക്കാട്ടി ഏജ് കൂടിയവരാണ് എൻ്റെ ഫ്രണ്ട്സ്. അതാണ് മീൻസ് ഞാൻ എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും എനിക്ക് യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളൂ. കൂടുതൽ അനാവശ്യമായിട്ടുള്ളൊരു സംസാരങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ മാത്രം കുറച്ചൊക്കെ ഫണ്ണി, അത് കുറച്ച് നേരം ലൈഫിൽ ഒരു 1 ഡേയിൽ ഒരു 3 hours അങ്ങനെയൊക്കെ മാത്രം കുറച്ച് ചില്ലിങ്ങിന് വേണ്ടി മാത്രം പോകുന്നത്. ബാക്കി എല്ലാം എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതെല്ലാം. ഇപ്പോൾ വീട്ടുകാരൊക്കെ ഈ ട്രോളിനെ എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനെ വിമർശനങ്ങളും ട്രോളൊക്കെ വരുമ്പോൾ എന്താ പറയുന്നത്? വീട്ടുകാർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നീ ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, നീ ഒന്നിനും വിമർശിക്കാൻ പോകരുത്, ആരെയും ഒന്നും പറയരുത്, നീ നിൻ്റെ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയേ ഉള്ളൂ വീട്ടുകാർ പറഞ്ഞു. നല്ല സപ്പോർട്ടിങ് ആണ്. വാ, അത് നല്ലൊരു ഉത്തരം തന്നെയാണ്. നമ്മൾ നമ്മളെ കാര്യം ഫോക്കസ് ചെയ്യാം. നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടാണ് വിമർശനം വരുന്നത്. അപ്പോൾ നമ്മൾ വിമർശനത്തിൽ ഫോക്കസ്ഡ് ആവും, നമ്മളെ കരിയറിൽ നിന്ന് വിട്ടു നിൽക്കും. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത്. പിന്നെ ഇപ്പൊ വീട്ടിൻ്റെ അകത്ത് ചുമ്മാ ഇരുന്നാലും നാട്ടുകാർ കുറ്റം പറയും. സത്യം. ഇവിടെ എന്തെങ്കിലും ചെയ്താലും നാട്ടുകാർ കുറ്റം പറയും. ഇപ്പം നാട്ടുകാരെ പോലെ ഞാൻ കാണുന്നുള്ളൂ മൊത്തം. അല്ല, നാട്ടിലെങ്ങനെയാ? നാട്ടിലെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ വളർന്നു വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ പറയും, നിന്റെ മോൻ ഇങ്ങനെ നല്ലതാന്ന് പറയും. അപ്പുറത്ത് പോയിട്ട് വേറെ ആയിരിക്കും പറയുന്നത്. അതാണ് നാട്ടുകാരെ സ്വഭാവം. നമുക്കത് മാറ്റാൻ പറ്റില്ല. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ സൊസൈറ്റി അങ്ങനെയാണ്, മാറ്റാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു മലയാളത്തിലല്ലാതെ റാപ്പ് സോങ് വേറെ ലാംഗ്വേജസിൽ ചെയ്യാം. ഞാൻ തമിഴ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തു. പിന്നെ തുടക്കം ഇംഗ്ലീഷിലായിരുന്നു. പിന്നെ അത് ഞാൻ വിട്ടു. അതെന്ത് പറ്റി? അല്ല,
മലയാളത്തിലോട്ട് വരാമെന്ന് വിചാരിച്ചു. അടുത്തൊരു ഹനുമാൻ കൈന്റെ കാവായിരുന്നു. ഈ ട്രോളിനെ താഴെ ഇറങ്ങിയിട്ടില്ല. ഞാനൊരു ട്രോള് കണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ ട്രോളിനൊക്കെ എല്ലാവർക്കും മറുപടി ഇപ്പം വരുന്നുണ്ട് കേട്ടോ. സൂൺ വെയിറ്റ് ചെയ്തിരിക്കൂ. ഒരു ട്രാക്ക് നല്ല മറുപടി ഞാൻ ട്രാക്ക് വഴി കൊടുക്കുന്നുണ്ട്. അടിപൊളി. എല്ലാം വിമർശിച്ചവർക്ക് എല്ലാവർക്കും ട്രാക്ക് വഴി ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രനിൽ രണ്ടുപേരും, അപ്പുറത്ത് വിശ്വ ഇപ്പുറത്ത് നമ്മുടെ ഡബ്സി കൂടി. ഇനി ഇവർക്കൊരു വിമർശന റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാല് അടിപൊളിയായിരിക്കും. നേരെ തിരിച്ച് ഇവരായിരിക്കും. ജനങ്ങളുടെ വാ പൂട്ടിക്കാൻ പറ്റൂലല്ലോ. ഒരിക്കലും പറ്റില്ല. നമ്മൾ എത്ര നല്ലത് ചെയ്ത് കഴിഞ്ഞാലും നമ്മള് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര നല്ലത് ചെയ്താലും രണ്ടുപേര് കുറ്റം പറയും. അതെ, പറയട്ടെ. അതല്ലേ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ വിമർശകരെ പറ്റി, നമ്മുടെ ട്രോളന്മാരെ പറ്റി, നമുക്കുണ്ട അനുഭവങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് ഇങ്ങനെ ആലോചിക്കും, പാവം വിഷു ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്നുള്ളത്. സോ നമുക്ക് അവർക്കൊരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സോങ് അങ്ങ് പാടിയാലോ? നമുക്ക് ചില്ല് വൈബാക്കാന്ന്. ചില്ല് ചെയ്യണ്ടേ? ഇത്രയും നേരം നമ്മളിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് എനിക്ക് വിഷമായി, സങ്കടമായി, അതിൽ നിന്നൊന്ന് മാറ്റിപ്പിടിച്ച് നമുക്ക് നമ്മുടെ വിശ്വ മ്യൂസിക്കിന് എല്ലാവർക്കും കാണുന്ന ആഗ്രഹമല്ലേ? എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് നല്ല വേറൊരു പാട്ട് പാടാം. പറഞ്ഞോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കല്ലേ, പാട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡാർക്കാണ് കൂടുതൽ എഴുതിക്കൊണ്ടിരുന്നത്. ഭയങ്കര അർത്ഥവർത്ഥമായ ഭയങ്കര എനിക്ക് അങ്ങനെയാണ് ഞാൻ കുറച്ച് നാൾ വീട്ടിൻ്റെ അകത്തൊക്കെ ഇരുന്ന് റൂമിൻ്റെ അകത്തൊക്കെ ഇരുന്ന് എനിക്ക് ഡാർക്ക് സാധനങ്ങളെ വരാറുള്ളൂമായിരുന്നു. ഭയങ്കര ഡാർക്ക് കമ്പോസിങ് കേൾക്കുമ്പോഴൊക്കെ എപ്പോഴും ഒരു മൂഹതയിലോട്ട് പോകും. അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫണ്ണി തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫണ്ണി ട്രാക്കുകൾ ചെയ്തു തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഫണ്ണി ട്രാക്കിലോട്ട് വന്നപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലും അതുപോലെ മാറാൻ തുടങ്ങി. ഒരു ചിൽ വൈബ്, എനിക്ക് ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതി കുറച്ച് ഹാപ്പിയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ റൊമാൻസ് പിടിക്കുന്നുണ്ടോ? ഞാൻ കൂടുതലും പ്ലേ ബോയ് സബ്ജക്റ്റ് ആണ് എഴുതിയത്. പ്ലേ ബോയ് വെറുതെ അല്ല, ഇങ്ങനെ സിംഗിൾ ബട്ട് നോട്ട് റെഡി ടു മിങ്കിൾ. പക്ഷെ എല്ലാവരുമായിട്ട് അല്ല, സിംഗിൾ നോട്ട് മാറിപ്പോയി, സിംഗിൾ ആൻഡ് റെഡി ടു മിങ്കിൾ. അതന്നെ, ആ ഒരു ലെവലിലോട്ട് പോകാനാണ് പ്ലേ ബോയ് ലെവൽ. അല്ല, അങ്ങനെ എഴുതിയല്ല, ഞാൻ ചുമ്മാ എഴുതിയത്. അപ്പൊ പ്ലേ ബോയ് ഭയങ്കര ഹിറ്റ് ആണ് ആ പാട്ട്. അല്ല, പ്ലേ ബോയ് ലെവലിൽ പോയത്? ഇല്ല. അയ്യോ ഇല്ലില്ല. നാളെ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കണ്ടേ? ശിവ. ഓക്കെ, അപ്പം സോ ഇതാണ് നമ്മൾ റൊമാൻസ് സോങ് ഉദ്ദേശിക്കുന്ന പ്ലേ ബോയ് വൈബാണ്. ഒരു റൊമാൻസ് സോങ് ഇറക്കി കൂടെ. തമിഴ് എനിക്ക് തോന്നുന്നു കുറച്ച് റൊമാൻറ്റിക് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സാധനം. അതേപോലത്തെ ഇഷ്ടംപോലെ ട്രാക്സ് ഉണ്ട്. എന്നെ വിഷയന്റെ ആൽബത്തിൽ അഭിനയിപ്പിക്കുക സെക്കൻഡ് ഡിമാൻഡ്. ഞാൻ ആ കോളൊക്കെ അയച്ചു, സെക്കൻഡ് ഡിമാൻഡ് അഭിനയിപ്പിക്കുക ഉറപ്പായിട്ടും. മിക്കവാറും ആൾക്കാർ വല്ല കമന്റുമായിട്ട് വരും. ഞാനിപ്പോൾ അതൊന്നും ആലോചിക്കുന്നില്ല. ഐ ആം നോട്ട് ബോതേഡ് അബൌട്ട് കമന്റ്സ്. അതിനെ പറ്റിയൊന്നും ഞാൻ ബോതേഡ് അല്ല. അപ്പം അഭിനയിപ്പിക്കുമല്ലോ അല്ലേ? നിങ്ങളെല്ലാം കേട്ടല്ലോ എന്നെ അഭിനയിപ്പിക്കുന്നു. എനിക്ക് മുകളിൽ ഒരാളുണ്ട്, അയാളോട് ചോദിക്കണം. മുകളിൽ ദൈവമല്ലേ? അല്ല, ഓ നിങ്ങൾ ചുമ്മാ ചോദിച്ചതാണ്. ഓക്കെ, അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതുണ്ടെങ്കിൽ കാണാം. നിങ്ങളൊക്കെ ലക്കിയാണെങ്കിൽ എന്നെയും കാണാം. വിഷയങ്ങളുടെ അവിടെ സൈഡിൽ എങ്ങാനും എന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഈ വൈബൊക്കെയാണ് പിടിക്കുന്നത്. ഇപ്പം ഫണ്ണി മോഡ് തന്നെയാണോ പ്ലേ ബോയ്? ഫണ്ണി മോഡ് ഫുൾ ഫണ്ണി മോഡ് വൈബാണ് പോകുന്നത്. സോ ഭയങ്കര ഒരു പ്രസൻസ് കേട്ടോ. ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു പ്രസന്റബിൾ ആയിട്ടിരിക്കും. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നവർ പോലും ഭയങ്കര ഒരു ഹാപ്പി മോഡലിരിക്കും. അത് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്, വൈബ് കിട്ടുന്നുണ്ട്. നല്ല രീതിക്ക് എനിക്ക് ആ വൈബ് കിട്ടി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല. എന്നെ അറിയുന്നവർ പറയുന്നു ഇങ്ങനൊരു ഇരുത്തമാ, അതൊന്നൊന്ന് അഴിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പറയുമല്ലോ. പക്ഷെ എനിക്ക് വിഷയൻ്റെ അടുത്ത് ഭയങ്കര കണക്റ്റഡ് ആയി. അതാണ് ഞാൻ റിയൽ ആയിട്ട് ഞാനൊരു ആംബിവേർട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എനിക്ക് പരിചയമുള്ള എനിക്ക് അറിയുന്ന ആളുകളുടെ അടുത്താണ് ഞാൻ അത്ര കമ്പനിയായിട്ട്, അല്ലാത്ത ആൾക്കാരോട് ഞാനൊരു ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ വിഷയൻ്റെ അടുത്ത് എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടി. ട്രോളുമായിട്ട് വരണ്ട. അപ്പോൾ നമുക്ക് അടുത്തതിൽ പോവാം. അപ്പോൾ സോങ്സൊക്കെ ആ ലെവലിലാണ്. പുതിയ സോങ്സ് വരാൻ ഇരിക്കുന്ന സോങ് ഏതെങ്കിലും ഒന്ന് പാടി കേൾപ്പിക്കാവോ? ഇല്ല, ട്രോള് വരല്ലെന്ന് പറയല്ലേ. ട്രോള് വരണം, വന്നാലേ റീച്ച് ആവും. ട്രോള് ആരെങ്കിലും വിഷയ്ക്ക് ഒന്ന് ട്രോള് കൊടുക്കൂ പ്ലീസ്. ഞങ്ങളെ ട്രോളൂ, കുറച്ചുപേരെയും കൂടെ മനസ്സിലാക്കാറുണ്ട് പ്ലീസ്. അതെ, അത് ശരിയാട്ടോ. നമ്മൾ ഭയങ്കര ഡൗൺഫാൾ ആയി നിൽക്കല്ലേ. നമ്മൾ എയറിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആൾക്കാർ മനസ്സിലാവും. നിങ്ങൾ നശിപ്പിക്കണം എന്നെ. നശിപ്പിച്ചാൽ എനിക്ക് ലാസ്റ്റ് എന്റെ കൂടെ ആര് നിൽക്കണം എന്ന് എനിക്കറിയാം. അതെ, ട്രോളണം കേട്ടോ. ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോ പുതിയ പാട്ട്. പ്ലേ ബോയ് പാടാം. പ്ലേ ബോയ് അത് അത്യാവശ്യം നല്ല ഹിറ്റ്. കൊച്ചു ചെറുക്കനാ പാടുമോനെ. അയ്യോ,
ഈ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം എൻ്റെ പോക്കറ്റിലാണ്. ചാറ്റിങ്ങും കോളിങ്ങും ഫ്രീ ആകാൻ ടൈമില്ല. ബ്രേക്കപ്പും സെറ്റപ്പും ഇൻസ്റ്റൽ നോ റിക്വസ്റ്റും ഓൾഡെല്ലാം ബ്രേക്കപ്പും. പ്ലേ 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 ബോയ് മൈ ഫേവറേറ്റ് പ്ലേസ് ഓയോ റൂമ ഡെയിലി ഡെയിലി ന്യൂ ചിക്സാ മതിയാവുന്നില്ല എന്നിൽ ആശ സിൻസിയർ ലവ് വേണ്ടേ വേണ്ട. ബൈക്കുണ്ട് കാറുണ്ട് ക്യാഷുണ്ട് വൈബുണ്ട് ചില്ലുണ്ട് ചിക്കുണ്ട് മൂടുണ്ട് റൂമുണ്ട്. ഹേയ് തിങ്കളാഴ്ച മിന്നു ചൊവ്വാഴ്ച കുഞ്ചു ബുധനാഴ്ച സാറ്റു വ്യാഴാഴ്ച ബിന്ദു വെള്ളിയാഴ്ച നന്ദു ശനിയാഴ്ച മിന്നു സൺഡേ എനിക്ക് ലീവാ. തീരുന്നില്ല മോകം എന്നിൽ വേണം വേണം വീണ്ടും എന്നിൽ വേണം. ചിക്സ് 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 തീരുന്നില്ല ദാഹം എന്നിൽ വേണം വേണം. മോർ ഗേൾസ്. നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം എൻ്റെ പോക്കറ്റിലാണ്. ചാറ്റിങ്ങും കോളിങ്ങും ഫ്രീ ആകാൻ ചാമില്ല. അയ്യോ ഞാൻ നേരത്തെ പറഞ്ഞ എന്താ നല്ല പയ്യെന്നോ ഞാൻ തിരിച്ചെടുത്തു. അല്ല അതൊരു ലിറിക്സ് അല്ലേ? അല്ല 5 5 കുഞ്ചു രഞ്ജു ആരൊക്കെയാ? തിങ്കളാഴ്ച മിന്നു ചൊവ്വാഴ്ച കുഞ്ചു ബുധനാഴ്ച സാരു വ്യാഴാഴ്ച ബിന്ദു വെള്ളിയാഴ്ച നന്ദു ശനിയാഴ്ച മിന്നു സൺഡേ എനിക്ക് ലീവാ. സൺഡേ ലീവാണല്ലേ? സൺഡേ ഹോളിഡേ. അയ്യോ അടിപൊളി സോങ്. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ സോങ്. ഞാൻ കേട്ടിട്ടുണ്ട്, പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഇറങ്ങിയായിരുന്നോ സോങ്? ഇത് സ്പോട്ടിഫൈയിലൊന്നും ഇറങ്ങിയിട്ടില്ല. അല്ലാതെ നമ്മളെ വീഡിയോക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമുള്ള സോങ്. താങ്ക് യു. കൊള്ളാം. ഇനി ട്രോളായിരിക്കും. എല്ലാ പ്ലേ ബോയ്മാർക്ക് വേണ്ടിയിട്ടും വിശ്വസമർപ്പിക്കും. ഇതിന്റെ മ്യൂസിക് വീഡിയോ ഇറക്കുന്നുണ്ട്. അതെ ശരിക്കും പ്ലേ ബോയ് ആണോ റിയൽ ലൈഫിൽ? അല്ല അയ്യേ ഞാൻ അങ്ങനെയൊന്നുമല്ല. അമ്മയച്ഛനും എല്ലാരും കാണുന്നേ, ചേട്ടനൊക്കെ കാണുന്നേ. ഓക്കെ കല്യാണം വരാനുള്ളതാണ്. അതെ എനിക്ക് കല്യാണം കഴിച്ച് പോകാനുള്ള. അപ്പൊ ഞാൻ നല്ല രീതിക്ക് പെണ്ണൊക്കെ കണ്ടു വെച്ചോ? എത്രയും ഇല്ല ഇപ്പൊ ഒന്നും കെട്ടണ്ട കേട്ടോ, കുറച്ചൊക്കെ കഴിഞ്ഞ് കെട്ടിയാൽ. ഇപ്പൊ രസമാണ് ലൈഫ്. കുറെ പേര് കാണുന്നുണ്ടല്ലോ. കൊച്ചി എവിടെയായിരുന്നു എന്റെ ട്രോള് കണ്ടോണ്ടിരിക്കുകയാണ്. നാളെ കല്യാണത്തിനൊക്കെ വിളിക്കണം കേട്ടോ. കല്യാണമൊക്കെ ആകുമ്പോ വിളിക്കണേ. എന്നെ ഒന്നും മറക്കരുത് കേട്ടോ. നാളെ നമ്മളൊക്കെ നോക്കുമ്പോ വലിയ ആളായിരിക്കും, നമ്മളൊന്നും ഒരു മൈൻഡ് ഉണ്ടാവില്ല. അടിപൊളി. അപ്പൊ എന്തായാലും നല്ല സോങ് ആണ്. ഇനി വേറെ ഏതൊരു സോങ് പാടാവോ? അയ്യോ എന്താ? അല്ല ഞാൻ കുറെ പാടിയില്ലേ? ഭയങ്കര കുറവായി. ഇത്രയൊന്നും പാടിയാ പോരാ. ഇപ്പൊ എത്ര സോങ്സ് എഴുതി വെച്ചു? 500ഓളം സോങ്സ് ഒന്നും എഴുതി വെച്ചിട്ട് ഇനി ഇറക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടാണ് പാടുക എത്രയും പാടിയില്ലേ എന്നുള്ളത്. ഇപ്പൊ ടോട്ടൽ നമ്മൾ എത്ര സോങ് ഇറക്കി? ഇപ്പം സോങ്സ് ഒരു 10 അപ്പൊ ഇനി എത്ര ഇറക്കി? മ്യൂസിക് വീഡിയോസ് ഒക്കെ 1-2 ഞാൻ ഇറക്കിയിട്ടുള്ളൂ. ഇനി എത്ര ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നു? ഒരുപാട് ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എന്തായാലും കുറച്ച് തീപ്പൊരി സാധനങ്ങളാണ് ഇനി മ്യൂസിക് വീഡിയോ ആയിട്ട് റിലീസ് ചെയ്യാൻ പോണത്. അടിപൊളി. തീപ്പൊരി അങ്ങ് കത്തിക്കും. കേരളം കത്തിക്കോ? കേരളം കത്തിക്കോ? കത്തുമായിരിക്കും. ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയില്ലേ? ഇപ്പൊ വിഷയുടെ ഫാൻ ബേസ് കൂടുതലും ഫാൻസ് ഉണ്ട് എനിക്ക്. മീൻസ് എല്ലാരും കുറെ ഒരു 90% എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ. പിന്നെ കുറച്ച് പേര് ആർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വന്ന് ഹേറ്റ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, മാർക്കുള്ളൂ. കൊച്ചു പിള്ളേരല്ലേ എല്ലാം. ചീത്ത ഈ ഹേറ്റ് പറയണവന്മാരെയൊക്കെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ എല്ലാം കൊച്ചു പിള്ളേർ സൈക്കിളും വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അടിപൊളി. അല്ല ഏറ്റവും കൂടുതൽ ഫാൻസ് കുട്ടികളാണോ അതോ വലിയവരാണ്? ഏത് കാറ്റഗറി? എല്ലാ സൈഡിലും ഉണ്ട്. കൊച്ചു പിള്ളേരും ഉണ്ട്, കുറച്ച് വലിയവരും ഉണ്ട്, പിന്നെ ആന്റിമാരും ഉണ്ട്. ചിലര് ആന്റിമാരൊക്കെ ബസ്സിന് മെസ്സേജ് അയക്കാറുണ്ട്? ഇല്ല. അപ്പൊ എങ്ങനെ ആന്റിമാരുണ്ടെന്ന് മനസ്സിലായി? കമന്റ് ബോക്സ് നോക്കുമ്പോ അറിയാലോ. കമന്റ് ബോക്സ് അപ്പൊ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കാറുണ്ടോ? ഓക്കെ. ഞാൻ വിഷയന്റെ ഇതുവരെ ഒന്നും കമന്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഞാനൊന്നും മോശമായിട്ടും കമന്റ് ചെയ്തിട്ടില്ല, നല്ല കമന്റ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നല്ല കാര്യം. ഞാൻ എൻജോയ് ചെയ്യാറുണ്ടല്ലോ. ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ബാഡ് ഡേ ഇപ്പൊ 2 ദിവസമായിട്ട് എന്റെ വായിൽ മൊത്തം ഇന്നെന്റെ ബാഡ് ഡേ. ഞാൻ ജോയിന്റ് അടിക്കാറില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പല റാപ്പേഴ്സിന്റെ സോങ് ലിറിക്സ് ഒക്കെ നമ്മൾ കയറുന്ന പാടും. അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. അപ്പൊ അതൊരു ആ വൈബിൽ അങ്ങ് കണ്ടാൽ മതി. കൊള്ളാം. പക്ഷെ നല്ല വൈബ് അടിച്ച് കേൾക്കാന്ന്. അതിന്റെ മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. മീൻസ് അതിന്റെ ബീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വിഷ്വൽസും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറെ ഗ്യാങ് ആയിട്ട് സ്കേറ്റിങ്ങും പരിപാടി, ട്രാവൽ മീൻസ് കാറിലൊക്കെ ട്രാവൽ ചെയ്യണൊക്കെ നല്ല രസമുണ്ട്. നല്ല വിഷ്വൽസ് ആണ്. ഇനിയും കുറേ കൂടി വളരട്ടെ, അങ്ങ് വലിയ ആളാവട്ടെ. എന്നാലും എനിക്ക് പറഞ്ഞു നടക്കാം. പിന്നെ വിഷയന്റെ ഇന്റർവ്യൂ എടുത്ത ആളാണ് ഞാൻ. നാളെ ഓട്ടോഗ്രാഫ് ഒക്കെ മേടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ഇന്റർവ്യൂസ് വന്നായിരുന്നു, ഞാൻ ആർക്കും കൊടുത്തില്ല. കണ്ടോ? എനിക്കാണ് ഇന്റർവ്യൂ വന്നത്. ഇഷ്ടംപോലെ ഇന്റർവ്യൂസ്. ഞാൻ ഇങ്ങനെ ട്രാക്സ് ഒക്കെ എന്റെ ലുക്ക് കണ്ടിട്ടാണ് എനിക്ക് ഇന്റർവ്യൂ വന്നത്. അയ്യോ അല്ല, അങ്ങനെയല്ല.
അല്ല ഇപ്പൊ ഒരാളിങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തല്ലേ പറ്റും. പൈസ വാങ്ങും, അത് വേറെ കേസ്. എന്നാലും പൈസ മേടിച്ചിട്ടാണ് ഇന്റർവ്യൂ തന്നത്, അല്ലാതെ ചുമ്മാ വന്ന് നല്ല വിഷയം ഇന്റർവ്യൂ തന്നത്. അപ്പോൾ എനിക്ക് എത്ര ലുക്കിൽ എത്ര റേറ്റ് വരും? ഔട്ട് ഓഫ് 10 എത്ര വരും? ഔട്ട് ഓഫ് 10. കണ്ടോ കണ്ടോ എന്നെ എത്ര പേര് ട്രോളുന്നുണ്ടെന്ന് അറിയോ? ഇത് അവർക്കൊരു ഒരു ഉത്തരവാണ്. ഔട്ട് ഓഫ് ഞാൻ അത് ഫേസ് വെച്ചിട്ടല്ല, നമ്മൾ ആ ഒരു സംസാരിക്കുന്ന രീതി, ആ ഒരു ബ്യൂട്ടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാവരോടും ഒരിക്കലും ഫേസ് വെച്ചിട്ട് ഞാൻ ഒരിക്കലും എന്നോട് എനിക്ക് റെസ്പെക്ട് തരുന്നുണ്ട്, സോ എനിക്കതിൽ ഓക്കെ ആണ്. അതെ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അത് ഫോളോ അപ്പ് ചെയ്യുന്ന ആള്. കുറെയൊക്കെ നമുക്ക് എവിടേക്കോ ഒരു കണക്ഷൻ ഉണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്ന ലെവലൊക്കെ എവിടേക്കോ ഒരുപോലെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ പെട്ടെന്ന് വൈബ് സെറ്റ് ആയത്. പേടിക്കണം, ഞാൻ ഈ പയ്യനെ വളയ്ക്കാൻ നോക്കുന്നത് കൊച്ചു ചേർക്കാൻ, ഞാൻ ആ ലെവലിലാണ് അവനെ കാണുന്നത്. ലൈക്ക് എന്റെ ബ്രദറിനെ പോലെ കാണുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ ആ പെണ്ണുമ്പിള്ള ഇവനെ വളയ്ക്കാൻ വേണ്ടി നോക്കുമ്പോ ആ ലെവലിൽ വരും. ചെറിയ ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. എന്നാലും വിഷയുടെ ഏജ് വെച്ച് നോക്കുമ്പോൾ, സംസാര രീതിയും വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു സംഭവം. അതെ, അന്ന് വിചാരിച്ച് ഞാനൊരു പ്രായമൊന്നും പറയില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമുക്കൊരു ഗെയിം കളിച്ചാലോ? എന്തോ ഗെയിം? എന്തായാലും ഈ സ്പീഡിലൊക്കെ പറയുന്നല്ലേ, മറ്റേ നാക്കുളിക്ക് ഒരു സാധനം ഇട്ടാലോ? വിശ്വ പറയോ ഇല്ലയോ? പുതിയ സബ്ജക്റ്റ് ആയി. നാക്കുളിക്ക് സാധനം ഇറങ്ങിയാലോ? ട്രൈ ചെയ്യാം. ഇപ്പം ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഇന്റർവ്യൂസിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ റാപ്പ് പാടുന്ന ഒരാൾ ടങ് ട്വിസ്റ്റർ സ്പീഡിലൊക്കെ പറയുന്ന ഒരാളെടുത്ത് ടങ് ട്വിസ്റ്റർ എടുത്ത് എങ്ങനെ ഇരിക്കും നോക്കാം. നല്ല അടിപൊളി സാധനം. തുടങ്ങാം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. എങ്ങനെ? അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അയ്യോ, വേറെന്തെങ്കിലും ഈസി ആയിട്ട് തരാം. അല്ല, ഇത് തന്നെ പറയണം. ഭയങ്കര സ്പീഡിൽ പാടുന്നില്ലേ? അന്തിക്ക് കിണ്ടി അല്ല, അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ ഒരു കിണ്ടി ഉരുകി അല്ല, ഒന്നുകൂടി പറയാം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി. നമ്മൾ റാപ്പ് ഒക്കെ പാടുമ്പോൾ സ്പീഡല്ലേ? സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വേറെ. ഇത് റാപ്പ് പാടുന്ന പോലെ അങ്ങ് പാടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ ഒരു കിണ്ടി ഉരുണ്ട് റാപ്പ് പാടുമ്പോ ഇതെങ്ങനെ? അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അത്രേ ഉള്ളൂ. അയ്യോ അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ ഒരു കുണ്ടി അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ ഒരു കിണ്ടി ഉരുണ്ട് വീണ് കുഴിയിൽ വീണു. അയ്യോ, ആർക്ക് ഇതിനി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ട് പോകും. ഓക്കെ, എന്നാ നമുക്ക് വേറെ ഇതിലോട്ട് പോവാം. അല്ലെങ്കിൽ വീണതൊക്കെ വേറെ വേറെ ആയിരിക്കും. ഓക്കെ, ഞാനേ ഒന്നാമത് ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കണേന്റെ ആ ഒരു. അതെ അതെ, ഇനി അടുത്ത നമുക്ക് ഇറക്കാം. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. ഓക്കെ, മൂന്നോട്ട് പറയണം. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. ഓക്കെ, റാപ്പും തമ്മിൽ യാതൊരു രീതിയിലും നല്ല ഇതുണ്ട്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് ഒരു ഇത് കൂടി കൊടുക്കാം. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. അതൊക്കെ വണ്ടി കുന്നി കയറി കുന്ന് വണ്ടി കയറി. സ്പീഡ് പറയണം. വണ്ടി കുന്നി കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്നി കയറി കുന്ന് വണ്ടി കയറി. ആലോചിച്ച് പറയണ്ട, അത് കറക്റ്റ് തന്നെയാണ്. ആലോചിക്കണ്ട. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്നി കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്നി കയറി വണ്ടി കുന്നി. അയ്യോ ദൈവമേ. വണ്ടി കുന്നി കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്നി കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്നി കയറി കുന്ന് വണ്ടി കയറി. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു നമ്മൾ പറഞ്ഞൊപ്പിച്ചു. ഓക്കെ, അടിപൊളി. താങ്ക് യു. എന്തായാലും റാപ്പ് സോങ് പോലെ എളുപ്പമല്ല ടങ് ട്വിസ്റ്റർ എന്നുള്ളത് മനസ്സിലായില്ലേ? സോ വിശ്വ മ്യൂസിക്കിന്റെ നമ്മുടെ വിശ്വയുടെ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ ഫ്രണ്ടിൽ ഒരു 4-5 മാസം, ഈ ഒരു 4 മാസത്തിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല
ഹൈപ്പ് അടിക്കുന്ന രീതിയിലുള്ള ട്രാക്സ് റിലീസ് ചെയ്യണം, മ്യൂസിക് വീഡിയോ ആയിട്ട് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്തതിന് ശേഷം 4-5 മാസം കഴിഞ്ഞിട്ട് നമ്മളായിട്ടൊരു പുതിയ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെയിം ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഇവൻറ്റ്സ് വഴിയായിരിക്കും എൻ്റെ സ്റ്റേജ് ഷോസ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം 4-5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേജ് ഷോസൊക്കെ എടുത്തു തുടങ്ങും. അപ്പം പുതിയൊരു ഇവൻ്റ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. പുതിയൊരു ഓപ്പണിംഗ് ആണ്. അപ്പം അതാണ് ഇനി എൻ്റെ പ്ലാൻ. ഓക്കെ, ഈ 4 മാസം കൊണ്ട് ട്രാക്സ് എല്ലാം റിലീസ് ചെയ്തിട്ട് ഇവൻറ്റ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫെയിം ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ്. വാവ്, അപ്പോൾ സെൽഫായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതെ. വാവ്, അടിപൊളി. നല്ലൊരു കോൺസെപ്റ്റ് ആണ്. കാരണം ഇന്ന് കാണുന്ന വിഷയം ആയിരിക്കില്ല, നാളെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ബുക്ക് മൈ ഷോയിലൊക്കെ എടുത്ത് പോട്ട ഒരു ലെവലിലോട്ട് ആളെത്തട്ടെ. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. നമ്മളെ പിന്തള്ളി കുഴിയിലോട്ട് ചാടിക്കാൻ വേണ്ടി ഒരുപാട് പേര് കാണും. അതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് തെറ്റെന്ന് പറയാൻ ചുറ്റും ഒരുപാട് പേര് കാണും. ചിലപ്പോൾ ഈ ലോകം മൊത്തം നിന്നെ തെറ്റെന്ന് പറഞ്ഞാലും നീ പൊയ്ക്കൊണ്ടേ ഇരിക്കണം. ഒരു ദിവസം നീ വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് നീ എത്തും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാലിസ്റ്റ EPC പ്രൈവറ്റ് ലിമിറ്റഡും പിന്നെ യൂണിക് ഇൻറ്റീരിയേഴ്സും ആണ്. സോ അവരൊരു ഗീവ് അവേ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് അറിയാനാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വിസിറ്റ് ചെയ്യുക, അവരെ ഫോളോ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ദിസ് ഈസ് മീ ഷാലു വൈൻഡിങ് അപ്പ് ഫ്രം ഫെയിം സ്റ്റെപ്സ്.